ഇന്ന് നമ്മൾ ടെമ്പിൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് ജി കെയിലെ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ കുറെ സെഷൻസിലായിട്ട് നമ്മൾ സ്റ്റാറ്റിക് ജി കെയിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, റെയിൽവേ എക്സാമിനാണെങ്കിലും SSC എക്സാമിനാണെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരുപാട് ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ടെമ്പിൾസ് ഇൻ ഇന്ത്യ. ഇപ്പൊ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് അമ്പലങ്ങൾ, ടെമ്പിൾസ് നമ്മളുടെ പല എക്സാമുകൾക്കും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇവയെല്ലാം ഏത് സംസ്ഥാനങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സെഷൻ. നമ്മൾ ഒരുപാട് ടെമ്പിൾസ് കവർ ചെയ്യുന്നതായിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേക്ക് ഡൗൺ ദ നോട്ട്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് സെഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ടെമ്പിള് ബദ്രിനാഥ് ടെമ്പിൾ ആണ്. നിങ്ങൾ പലരും കേട്ടിട്ടുള്ള ഒരു അമ്പലമായിരിക്കും ബദ്രിനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. സിനിമയും വന്നിട്ടുണ്ട് ഇതേപോലെ ബദ്രിനാഥ് ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ട്. ഒരുപാട് ബദ്രിനാഥ് സിനിമ തന്നെയുണ്ട് അല്ലെ. അപ്പൊ നമ്മളടുത്ത് ചോദിക്കാൻ പോകുന്നത് ബദ്രിനാഥ് ടെമ്പിൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണെന്നാണ്. ഓക്കെ, ലോർഡ് വിഷ്ണു ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡേറ്റി. അളകനന്ദ നദിയുടെ തീരത്താണ്. അപ്പൊ ഇതൊന്നല്ല, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതായിരിക്കും, ബദ്രിനാഥ് എന്ന് പറയുന്നത് എവിടെയാണെന്നാണ്. ഓക്കെ, അപ്പം ഓർത്ത് വെക്കേണ്ടത് ബദ്രിനാഥ് ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ ഉത്തരാഖണ്ഡിലാണ് ബദ്രിനാഥ് നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും? ഉത്തരാഖണ്ഡ് എന്ന് പറയുമ്പം നമുക്കറിയാം, ഉത്തരാഖണ്ഡിൽ ജനറൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ സെഷൻസ് ഒക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് പോയിട്ട് കാണണം നിങ്ങൾ. കാരണം അതിന്റെ ബേസിസിലാണ് ഒരുപാട് ജനറൽ ആയിട്ടുള്ള കോഡുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ കാണണം. ഓക്കെ, അപ്പൊ ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ ഉത്തരമാകാത്തതാണ് ഉത്തരാഖണ്ഡ് അല്ലെ, ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ്. അപ്പൊ ബദ്രിനാഥ് എന്ന് പറയുമ്പം നമുക്ക് അതിൽ നിന്ന് ഈ ബാഡ് റീ എന്നുള്ളതിനെ മാത്രം എടുത്താൽ മതി. ബാഡ് റീ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? ബാഡ് റിമാർക്സ് എന്നെടുക്കാലോ. ബാഡ് റിമാർക്സ്. അപ്പൊ എപ്പോഴാണ് നമുക്ക് ബാഡ് റിമാർക്സ് കിട്ടുക? ബാഡ് റിമാർക്സ് കിട്ടുന്നത് ഉത്തരം പറയാത്തപ്പോൾ, അല്ലെങ്കിൽ ഉത്തരമാകാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നമുക്ക് ബാഡ് റിമാർക്സ് കിട്ടും. ഉത്തരം അറിയാമെങ്കിൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഗുഡ് റിമാർക്സ് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ബാഡ് റിമാർക്സ്. അപ്പൊ ബാഡ് റീ എന്നുള്ള ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബാഡ് റീ. അപ്പൊ ഉത്തരാഖണ്ഡ് അങ്ങനെ നമുക്ക് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി, അടുത്ത ടെമ്പിൾ ആണ് കേദാർനാഥ്. അപ്പൊ കേദാർനാഥ്, ബദ്രിനാഥ് ഇങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങൾ ഉത്തരാഖണ്ഡ് കേന്ദ്രീകരിച്ച് അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ കേദാർനാഥ് എങ്ങനെ ഓർത്തു നോക്കും? നമുക്ക് അറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഒന്നാണ് കേദാർനാഥ്. മന്ദാകിനി റിവറുടെ തീരത്താണ്. അപ്പൊ എങ്ങനെ ഓർത്തു നോക്കാം കേദാർനാഥ് എന്ന് പറഞ്ഞ് എഗെയിൻ ഉത്തരാഖണ്ഡിലാണ്. പക്ഷെ നമ്മൾ എന്താക്കണം? എങ്ങനെ ഓർത്തു നോക്കണം? ഈ കേദാർ എന്നുള്ളതിലെ ഈ ഡർ എന്നുള്ള ഈ ഒരു വേർഡിനെ വേണം നമ്മൾ ഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ എന്താണ്? ഭയം അല്ലെ. ഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ ഭയം എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ ഡർ നാഥ് ആണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ പേടിക്കുക? ഒരാൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ അയാൾക്ക് പേടിയായിരിക്കും. എന്ത്? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മിസ് വഴക്ക് പറയും, അല്ലെങ്കിൽ സാറ് വഴക്ക് പറയും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പം ഉത്തരം ആകാത്തത് കൊണ്ട് പേടിച്ചു പോയി നമ്മൾ. ഉത്തരം അറിയാത്തത് കൊണ്ട് നമ്മൾ ജനറൽ ആയിട്ട് എന്താണ് ഉത്തരാഖണ്ഡുമായി ബന്ധപ്പെട്ട് പറയാ? ഉത്തരം ആകാത്തത് കൊണ്ട്. അപ്പൊ ഉത്തരം ആകാത്തത് കൊണ്ട് പേടിച്ചു പോയി. ഓക്കെ, ഈ PDF ഒക്കെ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഷെയർ ചെയ്യും. എന്നാലും നിങ്ങൾ ഇത് എഴുതിയെടുക്കുക. ഓക്കെ, ടെലിഗ്രാം ചാനൽ ഉറപ്പായിട്ട് ഈ PDF കിട്ടും. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ എഴുതി തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിലേ നമുക്ക് ഓർമ്മയിൽ നിൽക്കുള്ളൂ. റിവൈസ് ചെയ്യാൻ PDF ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷെ പഠിക്കുന്ന സമയത്ത് എഴുതി തന്നെ പഠിക്കുക കേട്ടോ. അടുത്തത് കാശി വിശ്വനാഥ് ടെമ്പിൾ ആണ്. കാശി വിശ്വനാഥ് ടെമ്പിൾ ഉള്ളത് വാരണാസിയിലാണ്. വാരണാസി നമുക്കറിയാം, ഗംഗാ നദിയുടെ തീരത്താണ് വാരണാസി ഉള്ളത് അല്ലെ. ഗംഗാ ആർത്തി ഇതൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളതാണ്. അപ്പൊ വാരണാസിയിലാണ് എന്തുള്ളത്? കാശി വിശ്വനാഥ് ടെമ്പിൾ ഉള്ളത്. എങ്ങനെ ഓർത്തു നോക്കണം? വാരണാസി, കാശി അവിടെ നിന്ന് കിട്ടും. എവിടെയാണ് കാശി വിശ്വനാഥ് ഉള്ളത്? വാരണാസിയിലാണ്. വാരണാസി. അപ്പൊ അവിടെ നിന്ന് കാശി. അപ്പൊ കാശി വിശ്വനാഥ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വാരണാസി ഉത്തർപ്രദേശിലാണെന്ന് അറിയാലോ. വളരെ എന്താ പറയാ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. വാരണാസി ഉത്തർപ്രദേശിൽ, അതെങ്കിലും നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പൊ വാരണാസി ഉത്തർപ്രദേശിലാണ്. അപ്പൊ അതുകൊണ്ട് വാരണാസി എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ കാശി എന്നുള്ള അമ്പലം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിക്കൊള്ളു. അപ്പൊ കാശി വിശ്വനാഥ് ടെമ്പിൾ എവിടെയെന്ന് വെച്ചാൽ കാശി, വാരണാസി. അപ്പം നമുക്ക് ഉത്തർപ്രദേശ് കിട്ടും. ഓക്കെ, അടുത്ത ടെമ്പിൾ ഗോൾഡൻ ടെമ്പിൾ. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഗോൾഡൻ ടെമ്പിൾ സുവർണ ക്ഷേത്രം അമൃത്സറിലാണെന്ന് എല്ലാ ഇന്ത്യക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലെ. അറിയില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണെന്ന് പോലും പറയാൻ പാടില്ല അല്ലെ. ബാക്കിയുള്ളതും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഗോൾഡൻ ടെമ്പിൾ വളരെ ഫേമസ് ആയിട്ടുള്ള അമൃത്സറിലുള്ള, പഞ്ചാബിലുള്ള അല്ലെ, ഹർമന്ദിർ സാഹിബ് എന്ന് അറിയപ്പെടുന്ന അമ്പലമാണ് ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഗുരു രാംദാസ് ആണ് 1577 ഇത് കൺസ്ട്രക്ട് ചെയ്തത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എങ്കിൽ പോലും തെറ്റിപ്പോയത്. ഓക്കെ, അമർനാഥ് ടെമ്പിൾ. അപ്പൊ അമർനാഥ് യാത്ര എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അമർനാഥ് യാത്ര ഒരുപാട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പോകുന്ന അമർനാഥ് യാത്രയാണ്. കാരണം അവിടെ പലതരത്തിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ ചരിത്രമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സെക്യൂരിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു യാത്രയാണ് അമർനാഥ് യാത്ര. എവിടെയാണ്? കാശ്മീരിലാണ് അമർനാഥ് യാത്ര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമർനാഥ് ടെമ്പിൾ ഉള്ളത്
കാശ്മീരിലാണ്. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീരാണ്, ജമ്മു കാശ്മീരാണ്. അപ്പൊ എങ്ങനെ ഓർത്ത് നോക്കുക, അമ എന്നുള്ളതിൽ അമ്മയുണ്ട്, അമ്മ അല്ലെ, അമ്മ അമ്മ എന്നുള്ള ആ വാക്കിൽ നമുക്ക് എന്തുകൊണ്ട് ജമ്മു, അമ അമ്മ അമ്മ ജമ്മു, ജമ്മു കിട്ടിയ ജമ്മു ആൻഡ് കാശ്മീർ കിട്ടും. അപ്പൊ മറക്കരുത് അമർനാഥ് ടെമ്പിൾ, അമ്മ അമ്മയിൽ നിന്ന് നമ്മൾ ജമ്മു കോഡ് ചെയ്യണം, ജമ്മുവിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ജമ്മു ആൻഡ് കാശ്മീർ കിട്ടും. ഓക്കെ, നമുക്കറിയാം അവിടെ ഉള്ള ശിവലിംഗ പ്രതിമേനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ശരി, അടുത്ത അമ്പലമാണ് വൈഷ്ണോ ദേവി ടെമ്പിൾ. ഇതേപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പിലിഗ്രിമേജ് സെന്റർ ആണ് വൈഷ്ണോ ദേവി ടെമ്പിൾ. വൈഷ്ണോ ദേവി ടെമ്പിൾ ഉള്ളതും എവിടെയാണ്, കാശ്മീരിലാണ്. അപ്പൊ PDF നോക്കിയിട്ട് ഞാനിവിടെ പ്രധാനമായിട്ടും സംസ്ഥാനങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾ PDF നോക്കുമ്പോൾ നിങ്ങൾ അവിടുത്തെ ഏത് നദിയുടെ തീരത്താണ്, ഏത് നദിയിലെ കരയിലാണ് ഇതുള്ളത്, ഇതൊക്കെ നിങ്ങൾ അതിന്റെ കൂടെ അനുബന്ധപ്പെട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, വൈഷ്ണോ ദേവി, വൈഷ്ണോ ദേവി എന്നുള്ള അവിടെ നമുക്ക് നോ എന്നുള്ള വേർഡിനെ നമുക്ക് എടുക്കാം, കാശ്മീരിൽ നിന്ന് കാശും നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്, വൈഷ്ണോ കാശ്, നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലെ, കാശില്ല, കയ്യിൽ കാശില്ല, നയാ പൈസ ഇല്ല അല്ലെ. ശരി, വൈഷ്ണോ ദേവി, വൈഷ്ണോ കാശ്, നോ കാശ്, കയ്യിൽ കാശില്ല. അപ്പൊ എന്താണ് വൈഷ്ണോ കാശ്, അപ്പൊ എന്ത് കിട്ടും, കാശ്മീര് അങ്ങനെ നമുക്ക് കിട്ടും. എന്താണ് വൈഷ്ണോ ദേവി പറയുമ്പോ തന്നെ എന്താണ് നോ അവിടെ വരുന്നുണ്ട്. വൈഷ്ണോ ദേവി കാശ്മീരിലാണ് ഉള്ളത്, ജമ്മു ആൻഡ് കാശ്മീർ. അപ്പൊ മറക്കരുത് അമർനാഥ് അമ്മ, ജമ്മു, ജമ്മു ആൻഡ് കാശ്മീർ, വൈഷ്ണോ ദേവി നോ കാശ്, അപ്പൊ കാശ്മീർ കിട്ടും. ഓക്കെ, അടുത്തത് അക്ഷർധാം. അക്ഷർധാമും കുറച്ചു പേരെങ്കിലും നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവാം, ഡൽഹിയിലുള്ള വളരെ ഫേമസ് ആയിട്ട് റീസെന്റ് ആയിട്ട്. ഓക്കെ, ഭഗവാൻ സ്വാമിനാരായണാണ് അവിടുത്തെ ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ്. ഡൽഹിയിലുള്ള ഒരു ടെമ്പിൾ ആണ്, യമുന നദിയുടെ തീരത്താണ്, അക്ഷർധാം. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കുക, നമ്മൾ ഓർത്ത് വെക്കേണ്ടത് അക്ഷർ ഡാം എന്നല്ല, അക്ബർ ഡാം എന്ന് ഓർത്താൽ മതി. അക്ബർ ഡാം ഒക്കെ ഡാം എന്ന് ഓർത്ത് വെക്കാലോ, ഡാം എന്ന് ഓർത്ത് വെക്കാലോ, ഡാം, ഡാം ഡൽഹി അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം, ഡാം ഡൽഹി, ഡാം ഡൽഹി അങ്ങനെ വേണമെങ്കിൽ ഓർക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കൂ അക്ബർ ഡാം, അക്ഷർധാം, അക്ഷർധാം എന്ന് ഓർക്കണ്ട, അക്ബർ ഡാം എന്ന് ഓർക്കാലോ. എന്തുകൊണ്ട് അക്ബർ എവിടെ ഉണ്ടായിരുന്നത്, അക്ബർ ഡൽഹിയിലായിരുന്നു. അപ്പൊ അക്ബർ ഡാം ടെമ്പിൾ അങ്ങനെ പഠിച്ചു വെക്കുക, അങ്ങനെ പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അക്ഷർധാം, അപ്പൊ ഡാം ഡൽഹി വേണമെങ്കിൽ കോടിയാം, അല്ലെങ്കിൽ അക്ബർ ഡാം എന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഇത് കിട്ടും, അപ്പൊ നമുക്ക് അവിടുന്ന് ഡൽഹി കിട്ടും. അക്ബർ ഡൽഹിയാണ് ഭരിച്ചിരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് കൊണാർക്ക് സൺ ടെമ്പിൾ. കൊണാർക്ക് സൺ ടെമ്പിൾ ഒന്നും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കരുതുന്നില്ല, കാരണം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ആണ്, ഒഡീഷയിലാണുള്ളത്. ബ്ലാക്ക് പഗോഡ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ, ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്ന അമ്പലമാണ് കൊണാർക്കിലെ സൺ ടെമ്പിൾ. ഓക്കെ, എങ്ങനെ ഓർത്ത് നോക്കാം, സൺ ആണ്, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഓടാൻ പോകും അല്ലെ, സൂര്യൻ ഉദിക്കുമ്പോൾ നമ്മൾ ഓടാൻ പോകും. എന്താണ്, സൺ ടെമ്പിൾ ആണ്, സൺ ടെമ്പിൾ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഓടാൻ പോകും എന്ന് പറയാൻ കാരണം, നമുക്കറിയാം ഒഡീഷയെ നമ്മൾ ജനറൽ ആയിട്ട് കോഡ് ചെയ്യുന്നത് ഓടുക, ഓടിച്ചു, ഓടിപ്പോയി, ഓടാൻ പോയി അല്ലെ, ഇങ്ങനെയൊക്കെയാണ്, ഒടിഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒഡീഷനെ നമ്മൾ കോഡ് ചെയ്തേക്കണേ. അപ്പൊ സൂര്യൻ ഉദിക്കുമ്പോൾ ഓടാൻ പോകും, കൊണാർക്ക് സൺ ടെമ്പിൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഓടാൻ പോകും, അവിടെ നിന്ന് കിട്ടും, ഒഡീഷ ലഭിക്കും. ക്ലിയർ ആണല്ലോ അവിടെ വരെ. ഓക്കെ, ശരി, നോട്ട് എഴുതി പോവുക കേട്ടോ. ബൃഹദേശ്വര ടെമ്പിൾ, ബൃഹദേശ്വര ടെമ്പിൾ ഒന്നും ഞാൻ പറയേണ്ട കാര്യമുണ്ടെന്ന് പോലും തോന്നുന്നില്ല. വളരെ ഫേമസ് ആയിട്ടുള്ള രാജരാജ ചോളൻ 1 നിർമ്മിച്ച തഞ്ചാവൂരുള്ള ടെമ്പിൾ ആണ്, കാവേരി നദിയുടെ തീരത്താണ് ബൃഹദേശ്വര ടെമ്പിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കാം, കാരണം ഒരാളും അത് തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു അമ്പലം ആണ്. ബൃഹദേശ്വര ടെമ്പിൾ ഉള്ളത് തഞ്ചാവൂരാണ്. ഒരുപാട് സിനിമകളിൽ, മലയാളം സിനിമകളിലാണെങ്കിലും തമിഴ് സിനിമകളിലാണെങ്കിലും മലയാളം പാട്ടുകളിലാണെങ്കിലും തമിഴ് പാട്ടുകളിലാണെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു അമ്പലമാണ് ബൃഹദേശ്വര ടെമ്പിൾ. തഞ്ചാവൂരാണ്, തഞ്ചാവൂർ തമിഴ്നാടു. ഓക്കെ, ശരി. അടുത്തത് ലിംഗരാജ് ടെമ്പിൾ. ലിംഗരാജ് ടെമ്പിൾ ഉള്ളത് ഒഡീഷയിലാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒഡീഷ എന്ന് പറയുമ്പോൾ ഓടാൻ പോയി, എവിടെ, നമ്മൾ സൺ ടെമ്പിൾ സൂര്യൻ ഉദിക്കുമ്പോൾ ഓടാൻ പോയി, ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തത് ലിംഗരാജ് ടെമ്പിൾ ആണ്. അപ്പൊ ലിംഗരാജ് ടെമ്പിൾ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കണം എന്ന് പറഞ്ഞു, നമുക്കറിയാലോ ഒടിയൻ സിനിമ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ലാലേട്ടന്റെ ഒടിയൻ സിനിമ, ഒടിയൻ മാണിക്യം അല്ലെ, തേൻകുറിശി അല്ലെ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കുകളാണ്. അപ്പൊ അതിൽ വില്ലൻ ആരായിരുന്നു, ഒടിയൻ സിനിമയിലെ ഒടിയൻ മാണിക്യൻ നായകനായ കഥയിലെ വില്ലൻ ആരായിരുന്നു? ഓക്കെ, വില്ലന്റെ പേര് നിങ്ങൾക്ക് അറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താ, പ്രകാശ് രാജ് അല്ലെ. പ്രകാശ് രാജ് ആയിരുന്നില്ലേ അതിന്റെ വില്ലനായിട്ടുണ്ടായിരുന്ന ആള്. അപ്പൊ നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കണം, പ്രകാശ് രാജ് ഒടിയൻ. അപ്പൊ ലിംഗരാജ് പ്രകാശ് രാജ്, ലിംഗരാജ് പ്രകാശ് രാജ്. പ്രകാശ് രാജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടത്, സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ പ്രകാശ് രാജ് അഭിനയിച്ച മൂവികളാണല്ലോ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഓപ്ഷൻസിൽ. ഉറപ്പായിട്ട് എന്ത് കാണാൻ പറ്റും, ഒഡീഷ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഒടിയൻ വരും. അങ്ങനെയല്ല നമ്മൾ ഓർത്ത് വെക്കണ്ടേ, ലിംഗരാജ് പ്രകാശ് രാജ്, പ്രകാശ് രാജിൽ നിന്ന് ഒടിയനെ നമുക്ക് കിട്ടും.
ക്ലിയർ ആയോ? ശരി, അപ്പൊ നമ്മൾ 10 ടെമ്പിൾസ് കവർ ചെയ്തു. ഈസിയാണ്, ഉറപ്പായിട്ട് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഓർമ്മ വരും. അടുത്തത് സോമനാഥ് ടെമ്പിൾ ആണ്. സോമനാഥ് ടെമ്പിൾ ഉള്ളത് ഗുജറാത്തിലാണ്. ഗുജറാത്തില് സോമനാഥ് ടെമ്പിൾ വളരെ ഫേമസ് ആണ്. സോമനാഥ് ടെമ്പിൾ കൊള്ളയടിച്ച ഒരു ചരിത്രം തന്നെ നമുക്ക് സോമനാഥ് ടെമ്പിളിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ചാലൂക്യ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിൽ നിർമ്മിച്ചാണ് ഗുജറാത്ത് ആണല്ലോ. അപ്പൊ എങ്ങനെ ഓർത്തു വെക്കും സോമനാഥ്? സോമനാഥ് എന്ന് പറയുമ്പോൾ സോംനാംബുലിസം നമ്മൾ കേട്ടിട്ടില്ലേ? രാത്രിയിൽ ഉറക്കത്തിൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നേരിട്ട് അനുഭവസ്ഥരല്ലെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല, നിങ്ങൾക്ക് നേരിട്ട് അങ്ങനെ ഒരു അനുഭവമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷെ സിനിമയിൽ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രാത്രി ഉറക്കത്തിൽ എണീച്ച് നടക്കുന്ന അല്ലെ സോമനാംബുലിസം. സോമനാംബുലിസം എന്താണത്? സോമനാംബുലിസം രാത്രിയിൽ എണീച്ച് നടക്കുക. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്നതിലെ നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് രാത്രി. അപ്പൊ സോംനാഥ് എന്ന് പറയുന്നതിലെ സോംനാംബുലിസം അവിടെ തന്നെയുണ്ട്. സോംനാംബുലിസം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രാത്രിയിൽ സോംനാംബുലിസം. എന്താ രാത്രി പറയാൻ കാരണം? രാത്രി എന്ന് പറയുമ്പോൾ ഗുജറാത്ത് അല്ലെ? നമ്മൾ ഗുജറാത്തിനെ കൂടിയുമ്പോ നരേന്ദ്രമോദി വരാറുണ്ട്, റാറ്റ് വരാറുണ്ട്, രാത്ത് വരാറുണ്ട്, രാത്രി വരാറുണ്ട്, ഇരുട്ടൊക്കെ വരാറുണ്ട് അല്ലെ? ശരി, അപ്പൊ മറക്കണ്ട, ഗുജറാത്തിലാണ് സോമനാഥ് ടെമ്പിൾ ഉള്ളത്. സോമനാഥ് എന്ന് പറയുന്നതിൽ നിന്ന് സോമനാംബുലിസം കിട്ടും. സോമനാംബുലിസം രാത്രിയിലുള്ള സഞ്ചാരമാണ്. അപ്പൊ നമുക്ക് ഗുജറാത്ത് കിട്ടിക്കോളും. ക്ലിയർ ആയല്ലോ? ശരി, അടുത്തത് ജഗന്നാഥ ടെമ്പിൾ ആണ്. എന്ത് ജഗന്നാഥ ടെമ്പിൾ നമ്മൾ പഠിച്ചു. നമ്മൾ കൊണാർക്കിലെ സൺ ടെമ്പിൾ ഒഡീഷയിലാണെന്ന് പഠിച്ചു. പ്രകാശരാജ് ആയിരുന്നോ? അല്ല, എന്താണ്? ലിംഗരാജ് ടെമ്പിൾ ഒഡീഷയിലാണ്. ഒടിയൻ മാണിക്യത്തിന്റെ വില്ലനായിരുന്ന പ്രകാശ് രാജ് ലിംഗരാജ് ടെമ്പിൾ. അതുപോലെ കൊണാർക്കിലെ സൺ ടെമ്പിൾ പറഞ്ഞു. അടുത്തെന്താ? ജഗന്നാഥ ടെമ്പിൾ എന്ന് പറയുമ്പം ജഗന്നാഥ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് വരുന്നത് എന്താ? ആകാശത്തിന്റെ കീഴെ അല്ലെ? ലാലേട്ടന്റെ ഡയലോഗ് ഇല്ലേ? ലാലേട്ടന്റെ ഡയലോഗ് ഇല്ലേ? ഈ ജഗന്നാഥന് സ്വന്തം അല്ലെ? ജഗന്നാഥന് ഓർമ്മയില്ലേ? 6-ാം തമ്പുരാനിലെ ജഗന്നാഥന് ഓർമ്മയില്ലേ? അപ്പൊ നമ്മൾ എന്താണ്? ജഗന്നാഥൻ എന്താ ചെയ്തത്? അപ്പൻ തമ്പുരാനെ ഒടിച്ചു മടക്കിയ ജഗന്നാഥൻ അല്ലെ? ആരാണ് അപ്പൻ തമ്പുരാൻ അല്ലെ? നമുക്ക് അറിയാവുന്ന ആണ്. കാത്തന്മാരെ അവരെ കൊണ്ടുവരും. അതെ അപ്പൻ തമ്പുരാൻ. അപ്പം അപ്പൻ തമ്പുരാനെ ഒടിച്ചു മടക്കിയ ജഗന്നാഥൻ. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കണം? ജഗന്നാഥൻ എന്താ ചെയ്തത്? അപ്പൻ തമ്പുരാനെ അല്ലെ? ട്രസ്റ്റിന് കീഴിലാണ് ഞാനും അപ്പനും സുഭദ്രയും. ഒടിച്ചു മടക്കിയ ജഗന്നാഥൻ. അപ്പൊ മറക്കണ്ട, ജഗന്നാഥ ടെമ്പിൾ എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജഗന്നാഥൻ എന്താ ചെയ്തത്? അപ്പൻ തമ്പുരാനെ ഒടിച്ചു മടക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒഡീഷ. മനസ്സിലാവുണ്ടോ? ശരി, അടുത്തേക്ക് പോവാണ്. കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുമ്പം ഇത് നോക്കൂ. മുഖ്യൻ എന്നുള്ള പദം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. മുഖ്യൻ പ്രധാനപ്പെട്ട ആൾ അല്ലെ? പ്രധാനപ്പെട്ട ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആശാൻ എന്ന് വിളിക്കുക അല്ലെ? അപ്പൊ കാമാഖ്യ ടെമ്പിൾ എന്ന് പറയുമ്പോ മുഖ്യൻ എന്ന് പറഞ്ഞാൽ മുഖ്യൻ ആരായിരിക്കും? ആശാൻ അല്ലെ? അങ്ങനെയുള്ള ആളാണ് നമ്മൾ പറയാം ആശാൻ. അപ്പൻ ആശാനാണ്. ആ ഒരു ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ആളായിരിക്കും അല്ലെ? അല്ലെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഏറ്റവും പ്രാവീണ്യമുള്ള ആൾ, ഏറ്റവും എമിനന്റ് ആയിട്ടുള്ള ആൾ, അയാളെയാണ് നമ്മൾ എന്ന് വിളിക്കുക മുഖ്യൻ എന്ന് വിളിക്കുക അല്ലെ? അവരെ തന്നെയാണ് ആശാൻ എന്ന് പറയുക അല്ലെ? അപ്പൊ എന്താണ്? മുഖ്യൻ എന്ന് പറയുമ്പം മുഖ്യൻ, പ്രധാനപ്പെട്ട ആള്, ആശാൻ. ക്ലിയർ ആയല്ലോ? അപ്പൊ കാമാഖ്യ ടെമ്പിൾ മറന്നു പോകത്തില്ല. ഓക്കെ, അടുത്തത് ശനി സിംഗപ്പൂർ ടെമ്പിൾ. അപ്പൊ സിമ്പിൾ. സിംഗപ്പൂർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ സിംഗപ്പൂർ ഉണ്ട്. സിംഗപ്പൂർ എന്താണ്? സിംഗപ്പൂർ ഒരു മഹാരാഷ്ട്രമാണ് അല്ലെ? സിംഗപ്പൂർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കൺട്രി, ഇറ്റ്സ് എ ഗ്രേറ്റ് കൺട്രി. ഇതല്ലേ മഹാരാഷ്ട്രം? വലിയ രാഷ്ട്രം എന്നുള്ള അർത്ഥം മാത്രമല്ല, മഹാരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമാണ് സിംഗപ്പൂർ. അപ്പൊ ശനി സിംഗപ്പൂർ ടെമ്പിൾ എവിടെയാന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ പിടിക്കുക. സിംഗപ്പൂരിൽ നമുക്ക് എന്ത് കിട്ടും? സിംഗപ്പൂർ ഇസ് എ മഹാരാഷ്ട്രം. ക്ലിയർ ആയല്ലോ? സിംഗപ്പൂർ ഇസ് എ മഹാരാഷ്ട്രം. അവിടെ നിന്ന് കിട്ടും ശനി സിംഗപ്പൂർ ടെമ്പിൾ. ഈസി ആയിട്ട് കിട്ടും. അടുത്തെന്താ? ഷിർദി സായിബാബ ടെമ്പിൾ. അപ്പം ഷിർദി എന്ന് പറയുന്ന സിറ്റിയില്, ഷിർദി എന്ന് പറയുന്ന ഷിർദി എന്ന് പറയുന്ന ടൗണിലെ ഷിർദി എന്ന് പറയുന്ന ടൗണിലുള്ള സായിബാബ. ഓക്കെ, ഇറ്റ്സ് ബിലീവ് ദാറ്റ് ഇറ്റ് ഇസ് ദ ഹൗസ് ഓഫ്, അല്ലെങ്കിൽ സ്പിരിച്വൽ ലീഡർ ആയിട്ടുള്ള സായിബാബ അദ്ദേഹത്തിന്റെ ഫോർമർ ഹോം ആണെന്നാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ടാണ് ഷിർദി സായിബാബ ടെമ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ മറക്കരുത്, ഷിർദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലുള്ള ഒരു സ്ഥലമാണ്. ഷിർദി എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് എന്താണ്? ഷർദി എന്നല്ലേ വരിക? നോ ഒഫൻസ്
ഞാൻ ആ ഷിർദി എന്ന് പറയുന്ന സിറ്റിനെ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് സായിബാബ. അപ്പൊ ഞാനിവിടെ ആരെയും ഞാനിവിടെ അവഹേളിക്കോ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല. ഷിർദി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമാണ് എടുക്കുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഷിർദി എന്ന് പറഞ്ഞാൽ ഷർദി എന്ന് നമുക്ക് പെട്ടെന്ന് ഷർദി എപ്പോഴാണ് നമ്മൾ വോമിറ്റ് ചെയ്യുക? MH അടിച്ചാല്, മദ്യപിച്ചു കഴിഞ്ഞാൽ അല്ലെ. മഹാരാഷ്ട്ര എന്നുള്ളതിന്റെ ഷോർട്ടായി നമ്മൾ MH എന്നാ പറയാം. MH എന്താണ്? നമ്മൾ സിനിമയിലെങ്കിലും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാനും സിനിമയിൽ തന്നെ കേട്ടില്ല. MH എന്ന് പറഞ്ഞാൽ എന്താണ്? MH എന്ന് പറഞ്ഞാൽ അതൊരു ബ്രാൻഡാണ് അല്ലെ, അതൊരു ലിക്കർ ബ്രാൻഡാണ്. അപ്പൊ ഷർദി എപ്പോഴാ ഛർദിച്ചത്? MH ആണ് കേട്ടോ, മാറിപ്പോരുത്, മധ്യപ്രദേശിലോട്ട് പോരുത്. ആ മദ്യം അല്ല ഇവിടെ പറയുന്നത്, MH. എപ്പോഴാ ഛർദിച്ചത്? ഛർദിക്കുക എന്താണ്? MH അടിച്ചിട്ടാണ് ഛർദിച്ചത്. അപ്പൊ മറക്കരുത്. സായിബാബ ടെമ്പിൾ ഉള്ളത് എവിടെയാണ്? ഷിർദി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഷിർദി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ഷർദി MH. ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ദിൽവാര ടെമ്പിൾ. ദിൽവാര എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ കോഡ് ചെയ്യാം. വേണമെങ്കിൽ വാർ എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവ്, രാജസ്ഥാൻ അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ ദില്ലി വാല രാജകുമാരൻ. നമുക്കറിയാലോ ജയറാമേട്ടന്റെ ഒരു സിനിമയുണ്ട്, ദില്ലി വാല രാജകുമാരൻ. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കാം? ദില്ലി വാല രാജകുമാരൻ. അപ്പൊ രാജകുമാരനിൽ നിന്ന് എന്ത് കിട്ടും? രാജസ്ഥാൻ കിട്ടും. എന്താണ്? ദില്ലി വാല രാജകുമാരൻ. അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ദില്ലിവാല രാജസ്ഥാൻ, ദില്ലിവാല രാജകുമാരൻ കേട്ടോ. ദിൽവാര ടെമ്പിൾ ഉള്ളത് മൗണ്ട് അബൂലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ജെയിൻ ടെമ്പിൾ ആണ്. ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യം പോലുമില്ല. എന്നാലും ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറന്നു പോകരുത്. ദിൽവാര ടെമ്പിൾ ഉള്ളത് മൗണ്ട് അബൂലാണ്, അത് രാജസ്ഥാനിലാണ്. ദില്ലിവാല രാജകുമാരൻ. അടുത്തത് ഖജുരാഹോ ടെമ്പിൾ. ഖജുരാഹോ ടെമ്പിൾ ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഖജുരാഹോ കഴിഞ്ഞ ഒരു പാർട്ടില് നമ്മൾ ഫെസ്റ്റിവൽസ് പഠിച്ചപ്പോഴും നമ്മൾ ഖജുരാഹോയിലെ ഒരു ഫെസ്റ്റിവലിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്യൂനട്ട് ആണ്. കാഷ്യൂനട്ട് മദ്യത്തിന്റെ കൂടെ കഴിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഓർമ്മയില്ലേ? മറന്നു പോകരുത്. കാജു എന്ന് വെച്ചാൽ കാഷ്യൂനട്ട് നമ്മള് ആൻഡ് മദ്യം, കാഷ്യൂ നട്ട് ആൻഡ് മദ്യം, കാജു ആൻഡ് മദ്യം മധ്യപ്രദേശ്. മാറിപ്പോരുത്. ഷിർദി സായിബാബ ടെമ്പിൾ. ഷിർദി എന്ന് പറയുമ്പോൾ ഷർദി, പക്ഷെ അത് MH ആണ്, മഹാരാഷ്ട്രയാണ്. ഇവിടെ കാജു എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ പറയുന്ന കാഷ്യൂ നട്ട്, അത് മദ്യം. അപ്പൊ മധ്യപ്രദേശ് കിട്ടും കേട്ടോ, മറന്നുപോരുത്. ഈ അമ്പലങ്ങളൊക്കെ പഠിക്കുമ്പോ ഞാൻ പ്രധാനമായിട്ടും ഇവിടുത്തെ സംസ്ഥാനങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ കൂടെ ഇത് നിർമ്മിച്ച ഡൈനാസ്റ്റി, നിർമ്മിച്ചത് ആരാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ പഠിക്കണം. സ്മോൾ ടാസ്ക് ഫോർ യു. തിരുപ്പതി ബാലാജി ടെമ്പിൾ. തിരുപ്പതി എവിടെയാന്ന് പറയാൻ പാടില്ല അല്ലെ. തിരുപ്പതി എവിടെയാണ്? പത്മനാഭസ്വാമി ടെമ്പിൾ ആണ് എവിടെയാണ്? ശബരിമല എവിടെയാണ്? ഗുരുവായൂർ എവിടെയാണ്? ഇതൊക്കെ ഇനി വരും അല്ലെ. നോർത്ത് ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുതിയതായിട്ടുള്ള ടെമ്പിൾസ് ആയിരിക്കാം. നമ്മൾക്ക് തിരുപ്പതിയൊക്കെ എവിടെയാണെന്ന് പറഞ്ഞാൽ വി ആർ ഹ്യൂമിലിയേറ്റിംഗ് അവർ സെൽഫ്. ഓക്കെ, തിരുപ്പതി എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് തിരുപ്പതി. എല്ലാവർക്കും അറിയാവുന്ന കേട്ടിട്ടുള്ള അമ്പലമായിരിക്കും തിരുപ്പതി ബാലാജി ടെമ്പിൾ, ആന്ധ്രാപ്രദേശ്. അടുത്തത് വിരൂപാക്ഷ ടെമ്പിൾ. ഇപ്പൊ വിരൂപാക്ഷ കർണാടകയിലാണ്. നമുക്കറിയാം തുംഗഭദ്ര നദിയുടെ തീരത്ത് ഹംപിയിലാണ് ഈ വിരൂപാക്ഷ ടെമ്പിൾ ഉള്ളത്. എങ്ങനെ ഓർത്തു വെക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിരൂപാക്ഷ എന്നുള്ളത് നിന്ന് വിരൂപ എന്ന് വെച്ചാൽ കാണാൻ ഭംഗിയില്ലാത്തത് എന്നുള്ള അർത്ഥം നമുക്ക് വരും അല്ലെ. അപ്പൊ വിരൂപ നാടകം, കർണാടകത്തിൽ എന്തുണ്ട്? ഒരു രസമില്ലാത്ത നാടകം. നമ്മൾ എങ്ങനെ നോക്കണം? വിരൂപ നാടകം ഓർത്തു വെച്ച് കഴിഞ്ഞാൽ വിരൂപാക്ഷ ടെമ്പിൾ എവിടെയാണുള്ളത് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വിരൂപ നാടകം, കർണാടകം. മറക്കണ്ട, വിരൂപാക്ഷ ടെമ്പിൾ എന്ന് പറയുമ്പോൾ കർണാടകം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി. അടുത്തത് സിദ്ധി വിനായക ടെമ്പിൾ. സിദ്ധി എന്ന് പറയുമ്പോൾ സിദ്ധി അല്ലെ. സിദ്ധി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഷിർദി അതിന്റെ കൂടെ ഓർത്തു വെക്കാലോ. ഷിർദി പറഞ്ഞാൽ നമുക്കറിയാലോ, ഷിർദി വന്നു കഴിഞ്ഞാൽ ഷർദിയാണെങ്കിൽ MH ആണെങ്കിൽ മഹാരാഷ്ട്രയാണ്. അപ്പൊ സിദ്ധി വിനായക ടെമ്പിൾ എവിടെയുള്ളത് ചോദിക്കുമ്പോ സിദ്ധി വിനായക ടെമ്പിൾ ഷർദി അല്ലെ. ഷിർദി സായിബാബ ടെമ്പിൾ പഠിച്ചപ്പോ ഷിർദി എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? ഷിർദി എന്ന് പറഞ്ഞാൽ ഷർദി എന്ന് പറഞ്ഞാൽ ഓക്കെ, മറക്കണ്ട, MH ആണ്. MH മഹാരാഷ്ട്രയുടെ കോഡാണ് കേട്ടോ. ശരി, അടുത്ത ടെമ്പിളിലേക്ക് പോവാണ്. മീനാക്ഷി ടെമ്പിൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മധുര മീനാക്ഷി ടെമ്പിൾ എവിടെയുള്ളത്? തമിഴ്നാടാണ്. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? മധുര മീനാക്ഷി ടെമ്പിൾ അല്ലെ, തമിഴ്നാട്ടിലാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. വിട്ടാല ടെമ്പിൾ. അപ്പൊ വിട്ടാല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലോട്ട് ആദ്യം എന്താ പറയാ? നമ്മൾ പറയില്ല, എടാ വിട്ടാലോ, എങ്ങോട്ടെങ്കിലും വിട്ടാലോ. അപ്പൊ നമ്മൾ വിട്ടാലോ, എന്തിനാ പോവാ? വണ്ടി ഉണ്ട്, ഉണ്ട്, കാർ എടുത്ത് വിട്ടാലോ അല്ലെ. ഇങ്ങനെയാണ് വിട്ടാലോ ടെമ്പിൾ. എങ്ങോട്ടെങ്കിലും വിട്ടാലോ.
ഫ്രണ്ടിനോട് പറയില്ല എങ്ങോട്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പോവാ, മടുത്തു, പഠിച്ച് മടുത്തു, നമുക്ക് വിട്ടാലോ, ഗോവയ്ക്ക് വിടാം, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോവാം അല്ലെ, മൂന്നാർ വിട്ടാലോ, എങ്ങനെയാ പോവാ, കാറുണ്ടോ, ആ കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് വിട്ടാലോ, കാർ എടുത്ത് വിട്ടാലോ. അപ്പൊ എന്താണ് കാറ്, കർണാടക. അപ്പൊ വിട്ടാലോ ടെമ്പിൾ എവിടെയുള്ളത്, വിട്ടാലോ, കാർ എടുത്ത് വിട്ടാലോ. അപ്പൊ എന്താണ് കർണാടക. ഈസി ആയിട്ട് ഓർത്തു വെക്കാൻ വേണ്ടി പറ്റും. വിരൂപ നാടകം, വിരൂപാക്ഷ ടെമ്പിൾ കർണാടകത്തിലാണ്, ഹംപിയിൽ തന്നെയാണുള്ളത്. കർണാടകയിൽ തുംഗഭദ്ര നദിയുടെ തീരത്താണ് വിരൂപാക്ഷ ടെമ്പിൾ. വിരൂപ നാടകം, വിട്ടാലോ ടെമ്പിൾ എഗെയിൻ ഹംപിയിൽ തുംഗഭദ്രയുടെ തീരത്താണ്. കർണാടകത്തിലെ കാറ്, വിട്ടാലോ കാറ്. അടുത്തത് രാമനാഥ സ്വാമി ടെമ്പിൾ. രാമനാഥ സ്വാമി ടെമ്പിൾ. രാമനാഥനെ അറിയോ നിങ്ങൾക്ക്? രാമനാഥൻ എന്ന് കേട്ടിട്ടുണ്ടോ? അതേ രാമനാഥൻ തന്നെ. ഏത് രാമനാഥൻ? നമ്മളുടെ നാഗവല്ലിയുടെ രാമനാഥൻ. രാമനാഥൻ തേടും ബാലേ അല്ലെ, അതേ രാമനാഥൻ. അപ്പൊ രാമനാഥൻ, നാഗവല്ലി ഒക്കെ. രാമനാഥൻ, നാഗവല്ലി എവിടത്തെ നർത്തകൻ? തമിഴ്നാട്ടിൽ നിന്ന് അല്ലെ, തമിഴ്നാടാണ് അല്ലെ, തമിഴല്ലേ അല്ലെ, തമിഴല്ലേ നാഗവല്ലി സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കും? രാമനാഥ സ്വാമി ടെമ്പിൾ. രാമനാഥൻ തേടുംപാല ആരെയാണ്? നാഗവല്ലിനെയാണ്, തമിഴ്. അപ്പൊ എന്താണ് ഭരതനാട്യം, തമിഴ്. എങ്ങനെയാണ് ഓർത്തു? മണിച്ചിത്രത്താഴ് എന്താണ് അല്ലെ, തമിഴൻ അല്ലെ, ശരി. അപ്പൊ മറക്കണ്ട, രാമനാഥൻ, മണിച്ചിത്രത്താഴ്, നാഗവല്ലി അല്ലെ. അപ്പം നമുക്ക് തമിഴ്നാട് കിട്ടും അല്ലെ. എவ்வளவு தைரியம் இருந்தா என் கண் முன்னாடி வந்து நிப்பேன், ഇങ്ങനെയല്ലേ പറഞ്ഞു. ഐരാവതേശ്വര ടെമ്പിൾ. ഐരാവതേശ്വര ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് ഓർക്കാം. നമ്മളെ പ്രിയപ്പെട്ട നയൻസിന്റെ ഒരു മൂവി തന്നെയുണ്ട്, ഐറ എന്ന് പറഞ്ഞൊരു മൂവി തന്നെയുണ്ട് അല്ലെ, നയൻതാരയുടെ ഐറ എന്ന് പറയുന്ന ഒരു മൂവി തന്നെയുണ്ട്. എന്താണ്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഐരാവതേശ്വര ടെമ്പിൾ എവിടെയാണെന്ന് വെച്ചാൽ ഐറ, തമിഴ് മൂവി, നയൻതാര, തമിഴ്നാടു. വെരി സിമ്പിൾ ടു കോട്ട്, വെരി സിമ്പിൾ. ഓക്കെ, ഐരാവതേശ്വര ടെമ്പിൾ, ഐറ മൂവി, തമിഴ്നാടു, നയൻതാര. ഗോട്ട് ഇറ്റ്? ഈസി കോഡിംഗ്. സാഞ്ചി സ്തൂപ. സഞ്ചിയിൽ എന്താ? ഫെസ്റ്റിവൽസ് കണ്ട ആൾക്കാർക്ക് അറിയാം. സഞ്ചിയിൽ എന്താ? സഞ്ചിയിൽ നമുക്ക് വേറെന്താ? സഞ്ചിയിൽ എന്താ? മദ്യം. സഞ്ചിയിൽ മദ്യം. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, അല്ലെ. ലോക്കർ ലഞ്ച് മദ്യക്കുപ്പി, ലോക്കർ രഞ്ജൻ അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതുപോലെ സഞ്ചിയിൽ എന്താ? മദ്യം. അപ്പൊ മധ്യപ്രദേശ് കിട്ടും. ഓക്കെ, അടുത്തത് യമുനോത്രി ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡിലാണ്. എങ്ങനെ ഓർക്കും നമ്മള്? യമുനോത്രി, ത്രീത്ര, ആ ഒരു പ്രാസം ഉണ്ടല്ലോ, ആ ഒരു റൈമിംഗ് വേർഡ്സിനെ വേണം നമ്മൾ വിളിക്കാൻ. യമുനോത്രി കിട്ടിയ ഗംഗോത്രിയും കിട്ടും. യമുനോത്രി, ഗംഗോത്രി, ത്രീ പിടിച്ച ത്രീത്ര, ഉത്തരാഖണ്ഡ്. അങ്ങനെ ഓർത്തു വെക്കണം കേട്ടോ. ഉത്തരാഖണ്ഡ് എന്നല്ല, ഉത്തരാഖണ്ഡ് കേട്ടോ. അങ്ങനെ തന്നെ ഞാൻ കോഡ് ചെയ്തേക്കണം, ഉത്തരാഖണ്ഡ്. അപ്പൊ എങ്ങനെ ഓർക്കും? യമുനോത്രി, ത്രീത്ര, ഉത്തരാഖണ്ഡ്. ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. ഇതുപോലെ തന്നെ ഒരു ടെമ്പിൾ കൂടി വരാണ്ട്, ഗംഗോത്രി എന്ന് പറയുമ്പോൾ ത്രീത്ര, ഈസി ആയിട്ട് കിട്ടും. ഗോട്ട് ഇറ്റ്? ഇത്രയും ടെമ്പിൾസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവില്ല. ഷുവർ, 100% ഷുവർ. ഇത്രയും അമ്പലങ്ങൾ നിങ്ങൾ പഠിച്ചു കാണത്തില്ല. 50+ ടെമ്പിൾസ് നമ്മൾ പറയും. ലോട്ടസ് ടെമ്പിൾ എല്ലാവർക്കും അറിയാം. ലോട്ടസ് ടെമ്പിൾ എവിടെയാണ്? ലോട്ടസ് ടെമ്പിൾ ഉള്ളത് ഡൽഹിയിലാണ്. അത് എല്ലാവർക്കും അറിയാം. ബഹായ് ടെമ്പിൾ എന്ന് പറയും. ഓക്കെ, ബഹായ് ടെമ്പിൾ, ലോട്ടസ് ടെമ്പിൾ എല്ലാവർക്കും അറിയാം. ഇതാണ് ലോട്ടസ് ടെമ്പിളിന്റെ ഇമേജ്. അറിഞ്ഞിരിക്കേണ്ട ടെമ്പിൾ ആണ്. ഇതൊക്കെ വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഓക്കെ അമ്പലങ്ങളാണ്. ലോട്ടസ് ടെമ്പിൾ, ബഹായ് ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. ബഹായ് ടെമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്താ പറയാ? ഡൽഹിയാണ് പറയും. ഓക്കെ, ശരി. അടുത്തത് പത്മനാഭസ്വാമി ടെമ്പിൾ. പത്മനാഭന്റെ മണ്ണിലിരുന്നാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ പത്മനാഭസ്വാമി ടെമ്പിൾ ഞാൻ പറയാൻ പാടില്ല. ദക്ഷിണേശ്വർ കാളി ടെമ്പിൾ. ഓക്കെ, ദക്ഷിണേശ്വർ കാളി ടെമ്പിൾ. അപ്പൊ നമ്മള് ദക്ഷിണേശ്വർ എന്നുള്ളതിൽ നമുക്ക് ദക്ഷിണ കാണാൻ പറ്റുമല്ലോ. ദക്ഷിണ എന്ന് കാണാൻ പറ്റുമല്ലോ. ദക്ഷിണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പക്ഷെ നമ്മള് ദക്ഷിണ കൊടുക്കുക എന്ന് പറയില്ലേ? ദക്ഷിണ കൊടുക്കുക, ഒരു ഗുരുവിന് ദക്ഷിണ കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുക അല്ലെ. ഹിന്ദു മിത്തോളജി, ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ഗുരുവിന് നമ്മളൊരു പാട്ട് പഠിക്കാൻ പോകുമ്പോ, നമ്മളൊരു ഒരു നൃത്തം പഠിക്കാൻ പോകുമ്പോ, ഒന്നുമല്ല, നമ്മൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ ദക്ഷിണ കൊടുക്കും അല്ലെ, അനുഗ്രഹം മേടിക്കും. ഇപ്പത്തെ ഒരു സാഹചര്യത്തില് നമ്മൾ ദക്ഷിണ കൊടുക്കേണ്ട ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേരളത്തില്. ആരാണ് അവര്? അവരെ നമ്മള് കളിയാക്കി നമ്മൾ വിളിക്കും ബംഗാളിന്ന്. കാരണം മലയാളിക്ക് അറിയാവുന്നതിനെക്കാട്ടും എത്രയോ കൂടുതൽ പണി ഒരു ബംഗാളിക്ക് അറിയാം. അപ്പൊ ഇപ്പത്തെ മലയാളിയുടെ അവസ്ഥ എന്താന്ന് വെച്ചാല് ബംഗാളിക്ക് ദക്ഷിണ കൊടുക്കേണ്ട അവസ്ഥയാണ്. ബിക്കോസ് ഗുരുസ്ഥാനത്ത് നിർത്തേണ്ട ആൾക്കാരാണ്. നമ്മൾ എടുക്കാത്ത പല പണികളും അവരെടുക്കും അല്ലെ, നമുക്കിട്ട് പണി തരികയും ചെയ്യും.
അപ്പൊ മറക്കണ്ട, ദക്ഷിണ എന്ന് പറയുമ്പോൾ ആർക്ക് ദക്ഷിണ കൊടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്? ഒരു ബംഗാളിക്ക് ദക്ഷിണ കൊടുക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. ബിക്കോസ് ഹി ഈസ് വെരി എഫിഷ്യന്റ് ഇൻ മോസ്റ്റ് ഓഫ് ദ ജോബ്സ് വിച്ച് വി ഹെസിറ്റേറ്റ് ടു ഡു. നമ്മൾ ചെയ്യാൻ മടിക്കുന്ന പല ജോലികളും ചെയ്യാൻ തയ്യാറാണ് ബംഗാളി. അപ്പൊ മറക്കണ്ട, ദക്ഷിണ കൊടുക്കുന്നത് ബംഗാളിക്കാണ്. അപ്പൊ ദക്ഷിണേശ്വർ കാളി ടെമ്പിൾ. അടുത്തത് ഗോമതേശ്വര ബാഹുബലി ടെമ്പിൾ, കർണാടകയിലാണ്. ഗോമതേശ്വര ബാഹുബലി ടെമ്പിൾ. അപ്പൊ ബാഹുബലി എന്ന് പറയുന്ന മൂവി നമുക്കറിയാം, പക്ഷെ ബാഹുബലി എന്ന് പറയുന്ന ഇത് സിനിമയൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ, ഇത് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്നേരം എന്തായിരിക്കും? അന്നേരം അത് ബാഹുബലി നാടകമായിരിക്കും. ബാഹുബലി സിനിമ നാടകം തന്നെയല്ലേ? സിനിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിംഗ് ആണ്, നാടകം. അപ്പൊ ബാഹുബലി നാടകം. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? എന്ത് കിട്ടും? വിരൂപ നാടകം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ബാഹുബലി നമുക്ക് എന്ത് കിട്ടും? ഗോമതേശ്വര ബാഹുബലി ടെമ്പിൾ. ബാഹുബലി എന്ന് പറയുന്നത് സിനിമയൊക്കെ എടുക്കുന്നതിനെക്കാട്ട് മുമ്പ് നടന്ന ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് അന്നത് നാടകമായിട്ടായിരിക്കും അവതരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പൊ ബാഹുബലി എന്ന് പറയുന്ന നാടകം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ഈസി ആയിട്ട് കിട്ടും. നടരാജ ടെമ്പിൾ. നടരാജ ആരാ? നടരാജൻ എന്ന് പറഞ്ഞാൽ ശിവനാണ്, അല്ലെ? ലോർഡ് ശിവ. നടരാജ എന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും. നടരാജൻ ഡാൻസ്, അല്ലെ? നൃത്തം, ഭരതനാട്യം കിട്ടിയ അപ്പം എന്താ? ഒന്ന് നോക്കാം, തമിഴ്നാടു, അല്ലെ? ഭരതനാട്യം. നടരാജ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലോട്ട് നാഗവല്ലിയൊക്കെ വേണം ഓർത്തു വെക്കാം. നാഗവല്ലിയുടെ ഇമേജ്, നാഗവല്ലിയുടെ പോസ്, നടരാജനെ പോലെയുള്ള പോസ്, അല്ലെ? അപ്പം നടരാജൻ എന്ന് പറയുമ്പം ഭരതനാട്യമാണ്. ഭരതനാട്യം തമിഴ്നാടു. ഈസി കോഡിങ്. ഓക്കെ. കണ്ടറിയ മഹാദേവ ടെമ്പിൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. അപ്പൊ കണ്ടറിയാം, നമ്മൾ മലയാളത്തിൽ പറയും കണ്ടറിയാം, അല്ലെ? കണ്ടറിയാം എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മളെ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയിലാണെങ്കിലും പൃഥ്വിരാജിനെ നോക്കി ഒരു ഡയലോഗ് നമ്മളുടെ പോലീസ് ഓഫീസർ പറഞ്ഞു, കണ്ടറിയണം കോശി നിന്റെ അവസ്ഥ എന്താകുമെന്ന്. കണ്ടറിയാം. അപ്പൊ മലയാളത്തിൽ അങ്ങനെ പ്രയോഗമുണ്ട്. അപ്പൊ നമ്മള് കണ്ടറിയാം മഹാദേവ. എങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചാൽ കണ്ടറിയാം മഹാദേവ തന്റെ അവസ്ഥ. മഹാദേവൻ എന്ന് പറയുന്ന ഒരാൾ ഒരു മദ്യപാനിയാണെങ്കിൽ, മഹാദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അയാൾ ഒരു മദ്യപാനിയാണെങ്കിൽ ഇങ്ങനെ കുടിച്ചിങ്ങനെ തീരുവാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ? ഇങ്ങനെ മദ്യപിച്ചാൽ കണ്ടറിയാം മഹാദേവ തന്റെ അവസ്ഥ, അല്ലെ? എന്തു സംഭവിക്കാം? കണ്ടറിയാം അല്ലെങ്കിൽ കണ്ടറിയണം മഹാദേവ നിന്റെ. അപ്പൊ കണ്ടറിയാം മഹാദേവ എന്തിനാ പറയുന്നത്? ഇങ്ങനെ മദ്യപിച്ചാൽ കണ്ടറിയാം മഹാദേവ തന്റെ അവസ്ഥ. ഓക്കെ. അടുത്തത് ശബരിമല ടെമ്പിൾ. എക്സ്ട്രീംലി സോറി, ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ശബരിമല എവിടെയാണെന്ന് അറിയാത്ത മലയാളി, അല്ലെ? ശരി. മഹാകാലേശ്വർ ടെമ്പിൾ. ഓക്കോ. മഹാകാലേശ്വർ എന്ന് പറയുന്നത് മഹാകാളീശ്വർ ആണ്, ഐ നോ. പക്ഷെ നമ്മൾ മഹാകാലേശ്വർ, കാലൻ എന്നുള്ള രീതിക്ക് ഓർത്ത് വെച്ചാൽ മതി. എങ്ങനെയാണ്? മദ്യപിച്ചാൽ കാലൻ കൊണ്ടുപോകും. അപ്പൊ കാലനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മൾ പറയാണ്. മഹാകാളീശ്വർ ആണ്, പക്ഷെ മഹാകാലേശ്വർ നിങ്ങൾ പഠിച്ചു നോക്കുക. കാലേശ്വർ, കാലൻ എപ്പോഴാ വരിക? കാലൻ ആള് മരിക്കുമ്പോഴാ വരിക. അപ്പൊ നമ്മളുടെ കോഡില് മരിക്കാൻ സാഹചര്യമുള്ള ഒരു കാരണമാണ് എന്ത്? മദ്യപിച്ച് മരിക്കുക, അല്ലെ? കുടിച്ച് മരിക്കുക. ഓർക്ക, മദ്യപിച്ചാൽ കാലൻ കൊണ്ടുപോകും. എന്താണ്? മദ്യപിച്ചാൽ കാലൻ കൊണ്ടുപോകും. അതാണ് കോഡ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ദ്വാരകാധീഷ് ടെമ്പിൾ. ദ്വാരകാധീഷ് ടെമ്പിൾ എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് ഓർത്ത് നോക്കാം? ദ്വാരക എന്നുള്ളത് നമ്മൾ ദ്വാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ. അപ്പൊ ഇത് ഉള്ളത് എവിടെയാണ്? ഗുജറാത്തിലാണ്. അപ്പൊ അതെങ്ങനെ ഓർത്ത് നോക്കുക? നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ഒരു ഇത് എടുത്താൽ തന്നെ, നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് ദ്വാരം ഉണ്ട് അതിന്റെ അകത്ത്. ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കിക്കേ. ഗുജറാത്ത് എടുക്കുമ്പം കേരളം പോലെയൊന്നും അല്ല. കാരണം ഇവിടെ ഒരു ദ്വാരമുണ്ട്, ഉള്ളിലോട്ടൊരു ദ്വാരം, ഇവിടെ വീണ്ടും മറ്റൊരു ദ്വാരം ഉള്ളിലേക്ക്. അപ്പൊ ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം, അപ്പൊ നമ്മൾ ഓർക്കുക ദ്വാരമുള്ള സംസ്ഥാനം, ദ്വാരം. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഇന്ത്യയുടെ മാപ്പ് ഓർക്കുമ്പോഴാണെങ്കിലും ആദ്യം ഒരു ദ്വാരം നമ്മളെ മനസ്സിലോട്ട് വരുന്നത് ഇത് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇന്ത്യയുടെ ഒരു ഇമേജ് നമ്മൾ മനസ്സിൽ വരയ്ക്കുമ്പോൾ തന്നെ ഗുജറാത്ത് വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ദ്വാരം വരയ്ക്കാണ്ട് ഗുജറാത്ത് വരത്തില്ല, അല്ലെ? അപ്പൊ ആ ദ്വാരം നമുക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ദ്വാരമുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. അതുകൊണ്ട് ദ്വാരകാധീഷ് ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുജറാത്താണ്, മറക്കരുത്. ഗോട്ട് ഇറ്റ്? അടുത്തത് ഗുരുവായൂർ സുചീന്ദ്രം ടെമ്പിൾ. ശുചീന്ദ്രം. ഓക്കെ. സൗത്ത് കേരളൈറ്റ്സിന് അറിയായിരിക്കും, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ഭാഗത്തേക്കുള്ള ആൾക്കാർക്ക് അറിയാം. നമ്മൾ കന്യാകുമാരി പോകും, അല്ലെ? കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് സുചീന്ദ്രം ഉള്ളത്. അപ്പൊ കന്യാകുമാരി കാണാൻ വേണ്ടി പോകുമ്പോൾ ഇത് നമുക്ക് സുചീന്ദ്രം വഴി
പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ സുചീന്ദ്രം എങ്ങനെ ഓർക്കാമെന്ന് വെച്ചാൽ നോക്കൂ, ഇവിടെ നമുക്ക് നിങ്ങൾ കാണണ്ടോ, സുച്ചിനെ കാണുന്നുണ്ടോ? സുച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടോ നിങ്ങളുടെ? സുച്ചിൻ ടെണ്ടുൽക്കറിനെ കണ്ടോ നിങ്ങളുടെ? സുച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ സുച്ചിൻ ടെണ്ടുൽക്കർ, സുച്ചിൻ ടെണ്ടുൽക്കർ കണ്ടോ? സുച്ചിൻ TN തമിഴ്നാടു ടെണ്ടുൽക്കർ. അപ്പൊ മറക്കണ്ട, സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. പക്ഷെ സുച്ചിൻ ഡ്രാം എന്ന് പറയുമ്പോൾ സുച്ചിൻ ഡ്രാം എന്താണ്? സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓർക്കും, തമിഴ്നാടു. സച്ചിൻ ടെണ്ടുൽക്കർ, തമിഴ്നാടു. റിമെമ്പർ ഇറ്റ് ഇൻ ദാറ്റ് മാനർ. ഗോട്ട് ഇറ്റ്? അടുത്തത് രാജഗോപാല സ്വാമി ടെമ്പിൾ. ഈ സ്വാമി ഇങ്ങനത്തെ പേരുകളൊക്കെ ഉണ്ടല്ലോ, പ്രധാനമായിട്ട് എവിടെ തന്നെയായിരിക്കും? തമിഴ്നാടായിരിക്കും. ഇതും നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. രാജഗോപാല സ്വാമി ടെമ്പിൾ ഗോപാലസ്വാമി ടെമ്പിൾ എന്താണ് ഇത്? ഓർത്തു വെക്കുക, തമിഴ്നാടുമാണ്. ഓക്കെ, അതിന് സെപ്പറേറ്റ് കോഡായിട്ട് നിങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല. രാജഗോപാൽ, ഇങ്ങനത്തെ ഒരുപാട് പേരുകൾ, പത്മനാഭസ്വാമി. ഓക്കെ, രാജഗോപാല സ്വാമി. അപ്പൊ നമുക്കറിയാം പത്മനാഭസ്വാമി ടെമ്പിൾ എവിടെയാണ്? ഇതേപോലെ തന്നെ ഏകദേശം കാണാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പത്മനാഭസ്വാമി ടെമ്പിളിന്റെ നമ്മളെ കയറുമ്പോൾ ഉള്ള നടയിലുള്ള ഗോപുരം ഏകദേശം ഇങ്ങനെ തന്നെയാണ് ഉള്ളത്. അപ്പൊ പത്മനാഭസ്വാമി ടെമ്പിൾ എവിടെ? തിരുവനന്തപുരത്താണെന്ന് അറിയാലോ, ട്രിവാൻഡ്രം ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ രാജഗോപാല സ്വാമി ടെമ്പിൾ എന്ന് പറയുമ്പോഴും നമ്മൾ ഓർക്കുമ്പോൾ ട്രിവാൻഡ്രം അല്ല, പക്ഷെ തമിഴ്നാടാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള അടുത്ത സംസ്ഥാനം. ഇങ്ങനെ തന്നെയാണ് പത്മനാഭസ്വാമി ടെമ്പിളിന്റെ ഫ്രണ്ട് ഭാഗം കാണാൻ വേണ്ടിയിട്ട്. ഒന്ന് നോക്കിക്കോളൂ അറിയാത്ത ആൾക്കാർ. അപ്പൊ രാജഗോപാല സ്വാമി എന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരേപോലെ തന്നെയാണ്. പത്മനാഭസ്വാമി ടെമ്പിൾ തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് രാജഗോപാല സ്വാമി ഉള്ളത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. ഓക്കെ, അടുത്തത് ഗംഗോത്രി. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഗംഗോത്രി എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ്. ഈസിയാണ്. ഗംഗോത്രി ഉത്തരാഖണ്ഡ്, അങ്ങനെ വേണം ഓർത്തു വെക്കാൻ. ഓക്കെ, അടുത്തത് മഹാബോധി ടെമ്പിളിൽ ബോധി നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ. ബോധി എന്ന് പറഞ്ഞാൽ ആരാണ്? ബുദ്ധൻ. ബോധി എന്ന് പറഞ്ഞാൽ ബുദ്ധൻ. ബുദ്ധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ബുദ്ധനെ നമുക്കറിയാം. ബുദ്ധൻ ബീഹാറാണ്. ഒരുപാട് ബീഹാർ എന്ന് പറയുന്ന പേര് വന്നത് തന്നെ ബുദ്ധിസ്റ്റ് വിഹാരങ്ങൾ ഉള്ളതിൽ നിന്നാണ്, അല്ലെ? വിഹാരം എന്ന് പറയുന്നത് ബുദ്ധിസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ടെർമിനോളജിയാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് ബുദ്ധിസമായിട്ട് ഏറ്റവും അസോസിയേറ്റ് കിടക്കുന്നത്? ഏറ്റവും ബുദ്ധിസ്റ്റ് ഉള്ളത് എവിടെയാന്നല്ല, മാറിപ്പോകരുത് കേട്ടോ. ഏറ്റവും കൂടുതൽ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളും ഉള്ളത് ഈ പറഞ്ഞ ബീഹാറിലൊന്നും അല്ല. അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞത് എങ്കിൽ പോലും നമ്മൾ ഈ ബോധ്ഗയ ബീഹാറിലാണെന്ന് നമുക്ക് അറിയാലോ. ബോധ്ഗയ ബീഹാറിലാണെന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് മഹാബോധി ടെമ്പിൾ ഉള്ളത് എവിടെയായിരിക്കും? ബോധി എന്ന് പറയുമ്പോ ബുദ്ധനെ ഓർമ്മ വരും. ബുദ്ധൻ വന്ന ബീഹാർ മറക്കരുത്, ബീഹാറിലാണ് കേട്ടോ. ശരി, ശ്രീ ഭ്രമരാംബ മല്ലികാർജുന ടെമ്പിൾ. എന്താണ്? ശ്രീ ഭ്രമരാംബ മല്ലികാർജുന ടെമ്പിൾ. അപ്പൊ ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് ഭ്രമരം. ഓക്കെ, ഭ്രമരാംബ. ഭ്രമരം എന്ന് പറയുമ്പോ തിമിരം എന്ന് കിട്ടുമല്ലോ. ഭ്രമരം തിമിരം കിട്ടുന്നുണ്ടല്ലോ. ശ്രീ ഭ്രമരാംബ മല്ലികാർജുന ടെമ്പിൾ. ഇതൊന്നും നിങ്ങൾ പഠിക്കാത്ത ടെമ്പിളുകളായിരിക്കും. പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. ഡോണ്ട് വറി. അല്ലെങ്കിൽ അയാൾ ഒരു ആന്ധ്രാപ്രദേശുകാരനായിരിക്കണം. ശ്രീ ഭ്രമരാംബ മല്ലികാർജുന ടെമ്പിൾ. അപ്പൊ എങ്ങനെ നോക്കണം? ഭ്രമരം എന്ന് പറയുമ്പോൾ തിമിരം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ധത. കാരണം നമ്മൾ ആന്ധ്രാപ്രദേശിന് ജനറൽ ആയിട്ട് നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത്? അന്ധത, അന്ധകാരം, അന്ധൻ എന്നൊക്കെ നമ്മൾ കോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പം ശ്രീ ഭ്രമരാംബ മല്ലികാർജുന ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഭ്രമരം, തിമിരം, അന്ധത, അങ്ങനെ വേണം ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരി. അടുത്തത് കാളിക മാത ടെമ്പിൾ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച മഹാകാലേശ്വർ ടെമ്പിൾ ആണ്. മഹാകാളീശ്വർ ആയിരുന്നു, പക്ഷെ ഞാൻ പറഞ്ഞു മഹാകാലേശ്വർ എന്ന് തന്നെ പഠിക്കാൻ. കാലൻ എപ്പോഴാ വരിക? മദ്യപിച്ചാൽ കാലം വരും. ഇത് കാളിക മാത ടെമ്പിൾ ആണ്. കാളിക മാത ടെമ്പിൾ. അപ്പൊ എങ്ങനെ ഓർക്കും? നമുക്ക് ഓർത്തു വെക്കാം. കാല എന്ന് വെച്ചാൽ എന്താണ്? കറുപ്പ് എന്ന് വെച്ചാൽ ഇരുട്ടാണ്, അല്ലെ? കറുപ്പ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? രാത്രി ഓർമ്മ വരും. ഇതാണ് കാളിക എന്ന് പറയുന്നത്. കാലി അല്ലെങ്കിൽ കാല. അപ്പൊ എന്താണ്? കറുപ്പ് എന്ന് പറഞ്ഞാല് ഇരുട്ടാണ്, അല്ലെ? അപ്പൊ എന്ത് കിട്ടും? ഗുജറാത്തിന്റെ രാത്രി നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കോളും. ക്ലിയർ ആണല്ലോ ഇവിടെ വരെ? ഓക്കെ, നന്നായി നിങ്ങൾ എഴുതിയെടുത്ത് പോകുന്നുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇനിയും ഇങ്ങനത്തെ ഒരുപാട് ഇമ്പോർട്ടന്റ് സെഷൻസ് കയറും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കും കിട്ടും. ഇപ്രാവശ്യം CGL-ലും CHS-ലും എഴുതിയ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഒരു ലൈക്കും കൂടി തരണം കേട്ടോ. പാലിതാന ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റ് എന്ന് പറഞ്ഞ എന്താണ്? ലിറ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചം അല്ലെങ്കിൽ ലൈറ്റ്, വെളിച്ചം.
ടു ലിറ്റ് സംതിങ് എന്ന് വെച്ചാല് അവിടെ പ്രകാശിപ്പിക്കുക അല്ലെ. ഇപ്പൊ പാ ലിറ്റ് ആന ടെമ്പിൾ. ഇപ്പൊ ലൈറ്റ് വേണം. എപ്പോഴാണ് ലൈറ്റ് വേണ്ടത്? വെൻ ഡു യു ലിറ്റ് സംതിങ് വെൻ ദർ ഇസ് ഡാർക്ക്നെസ്. എപ്പോഴാണ് നമ്മൾ എന്തെങ്കിലും പ്രകാശിപ്പിക്കുക? ഇരുട്ടുള്ളപ്പോൾ. ഇരുട്ടുള്ളത് എപ്പോഴായിരിക്കും? രാത്രിയിലായിരിക്കും. അപ്പൊ പാ ലിറ്റ് ആന ടെമ്പിൾ. ലിറ്റ് ലിറ്റ് വെൻ ഡു യു വാണ്ട് ടു ലിറ്റ് സംതിങ് വെൻ ദർ ഇസ് ഡാർക്ക്നെസ് മീൻസ് ദർ ഇസ് നൈറ്റ്. അപ്പൊ രാത്താണ്. ഗുജറാത്ത്. ഓക്കെ, ലൈറ്റ് വേണം. ലൈറ്റ് വേണം. പാ ലൈറ്റ് ആന ടെമ്പിൾ. ലൈറ്റ് വേണം. എപ്പോഴാണ് ലൈറ്റ് വേണ്ടത്? ഇരുട്ടായത് കൊണ്ട്. ക്ലിയർ ആയല്ലോ? ശരി. അടുത്തത് ഹൊയ്സാലേശ്വര ടെമ്പിൾ. ഹൊയ്സൈൽ. ഹൊയ്സാലേശ്വര ടെമ്പിൾ. ഹൊയ്സാലേശ്വര ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഹോൾസെയിൽസ് എന്ന് കാണുന്നുണ്ട് നിങ്ങൾ. ഹോൾസെയിൽ. ഹോൾസെയിൽസ്. അപ്പൊ എന്താണ് ഹോൾസെയിൽസ്? ഹോൾസെയിൽ വിലയ്ക്ക് കാറ് കിട്ടുന്ന സ്ഥലം അല്ലെ. ഹോൾസെയിൽ വിലയ്ക്ക് കാർ. ഹോൾസെയിൽസ് ആയിട്ട് നമുക്ക് എന്താ കിട്ടുന്നത്? കാറ് കിട്ടും. അപ്പൊ ഹൊയ്സാലേശ്വര ടെമ്പിൾ ഹോൾസെയിൽസിന് നമുക്ക് എന്ത് കിട്ടും? ഹോൾസെയിൽ വിലയ്ക്ക് നമുക്ക് എന്ത് കിട്ടും? കാറ് കിട്ടും. അപ്പൊ കർണാടക മറക്കരുത്. ഹോൾസെയിൽസ്. ഓക്കെ. മൂകാംബിക എല്ലാവർക്കും അറിയാം. കൊല്ലൂർ മൂകാംബിക അല്ലെ, കുടജാത്രി ഹിൽസിലാണുള്ളത്. കർണാടകയിലാണ്, അറിയാം. മുരുടേശ്വർ ടെമ്പിൾ. മുരുടേശ്വർ ടെമ്പിൾ അല്ലെ. മുരുടേശ്വർ ടെമ്പിൾ എന്ന് പറയുമ്പോ എന്താണ്? ഡെയ്റ്റി ഈസ് നോട്ട് ലോർഡ് വിഷ്ണു. ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചെറിയൊരു ഡെയ്റ്റി ലോർഡ് വിഷ്ണു അല്ല, ലോർഡ് ശിവയാണ് കേട്ടോ. ഏറ്റവും വലിയ ശിവപ്രതിമയാണ് അല്ലെ. വലിയ ശിവപ്രതിമകളിലൊന്നാണ്. സോറി ഫോർ. ഓക്കെ, മുരുടേശ്വർ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഡെയ്റ്റി ഈസ് ലോർഡ് ശിവ. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കും? മുരുടേശ്വർ. മുരുടേശ്വർ കാർ. എങ്ങനെയാണ്? മുരുടേശ്വർ കാർ. വാറ് കാർ. അങ്ങനെയാണ് ഓർത്ത് വെക്കുക കേട്ടോ. വാറ് കാർ. ഓക്കെ, മുരുടേശ്വർ ടെമ്പിൾ. അല്ലെങ്കിൽ നിങ്ങൾ അതങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, കർണാടകയിലാണ് മുരുടേശ്വർ. അപ്പൊ ഇനി വേറെ എവിടെയെങ്കിലും ഇതേപോലെ ഈശ്വർ വന്നാലോ എന്നുള്ള സംശയമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക? അങ്ങനെയല്ല. കാരണം അതൊക്കെ നമ്മൾ വേറെ കോഡ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കോഡായിട്ട് നമ്മൾ പഠിച്ചു വെക്കാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ പഠിക്കാൻ വേണ്ടി പറയുന്നത്. അപ്പൊ നിങ്ങൾ സംശയം പ്രകടിപ്പിക്കരുത്. വേറെ എവിടെയെങ്കിലും വാറ് വന്നാലോ. വേറെ എവിടെയെങ്കിലും വാറ് വരുന്നതിന് ഓൾറെഡി കോഡ് ചെയ്തിട്ടുണ്ടല്ലോ വേറെ. പിന്നെ എന്തിനാ അവിടെ വാറ് പിടിക്കാൻ നിൽക്കുന്നത്? അവിടുത്തെ വാറിനെ പിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈശ്വരന്റെ വാറിനെ അവിടെ പിടിക്കേണ്ട കാര്യമില്ല. മഹാകാലേശ്വർ എന്ന് പറയുമ്പോൾ അവിടുത്തെ വാറിനെ പിടിക്കരുത്. കാരണം ഓൾറെഡി അവിടെ പറഞ്ഞു തന്നെയാണ് കോഡ് എന്താണെന്നുള്ളത്. എന്താണ്? കാലൻ എന്നുള്ള കോഡ് പറഞ്ഞതാണ്. ഇവിടെ ഞാൻ വേറെ ഒരു കോഡും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കോഡ് നിങ്ങൾ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ കേട്ടോ. അല്ലെങ്കിൽ റൂഡ്. റൂഡ് എന്ന് പറയുമ്പോൾ റൂട്ട് അങ്ങനെ ഓർത്തു വെക്കുന്ന നിങ്ങൾ. റൂട്ട്, കാറിന്റെ റൂട്ട്. റൂട്ട് റൂട്ട് സംശയമുള്ള ആൾക്കാരെ അങ്ങനെ ഓർത്തു വെക്കും. മുരുടേശ്വർ. മുരുടേശ്വർ. റൂഡ് റൂട്ട്. റൂട്ട് റൂട്ട് എന്ന് വെച്ചാൽ കാറ് പോകുന്ന വഴി. റൂട്ട് കേട്ടോ. അങ്ങനെ ഓർത്തു വെച്ചാലും മതി. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെ ഇതോ കാറ് വാറോ ഓർത്തു വെക്കണമെന്നില്ല. ഏത് വേണമെങ്കിൽ ഓർത്തു വെച്ചാൽ പരീക്ഷയ്ക്ക് ആൻസർ കിട്ടണം. അത്രേ ഉള്ളൂ. ഓക്കെ, ശരി. അടുത്തത് ശൃംഗേരി ശാരദാംബ ടെമ്പിൾ. എന്താണ്? ശൃംഗേരി ശാരദാംബ. ശൃംഗേരി ശാരദാംബ. അപ്പൊ ശാരദാംബ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലൂടെ ആദ്യം വരുന്നത് ശാരദാംബ. എന്താണ്? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ശാരദാംബ ഓർമ്മ വരുന്നുണ്ടോ? ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ. പാടിയിട്ടില്ലേ നമ്മളെ? എന്നും നിന്റെ മൊയ്തില്ലേ? അപ്പൊ ശാരദാംബരം ചാരു ചന്ദ്രിക ധാരയിൽ മുഴുകിടവേ പ്രാണനായക. യെസ്, എക്സാക്ട്ലി. അപ്പൊ ശാരദാംബരം പാട്ട് എന്തിലാണ് അത് നമ്മൾ കാണുന്നത്? നാടകത്തിലാണ്. അപ്പൊ ശൃംഗേരി ശാരദാംബ ശാരദാംബരം സോങ് ഉള്ളത് ഒരു നാടകത്തിലാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കർണാടകം കിട്ടും. ഓക്കെ, അടുത്തത് ശ്രീകാളഹസ്തീശ്വര ടെമ്പിൾ. ശ്രീകാളഹസ്തീശ്വര ടെമ്പിൾ. ഇതിനും പ്രത്യേകിച്ച് കോഡായിട്ട് ഞാനൊന്നും ഓർത്തു വെച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും കോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കോഡ് ചെയ്യുക. ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശ് ആണ് ശ്രീകാളഹസ്തീശ്വര ടെമ്പിൾ. കാളഹസ്തീശ്വര ടെമ്പിൾ. കാരണം ഇവിടെ വീണ്ടും കാല വരുന്നുണ്ട്, കാലൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് വേറെ കോഡുകളായിട്ട് ഞാൻ പറയാത്തത്. നിങ്ങൾ അല്ലാത്ത എന്തെങ്കിലും കോഡ് നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. കോഡ് നിങ്ങളും ചെയ്യണം, ചെയ്ത് പഠിക്കണം. ഓക്കെ, എന്ത് പഠിക്കുമ്പോഴും ഇതേപോലെ ഓർത്ത് വെക്കാനുള്ള മെമ്മറി ട്രിക്സ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. എങ്കിൽ നമ്മൾ മറന്നു പോകത്തില്ല. ചുമ്മാ എല്ലാം ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കത്തില്ല. ബിക്കോസ് ഇതൊക്കെ വോളറ്റൈലാണ്. ഓക്കെ, വടക്കുംനാഥൻ ടെമ്പിൾ നമുക്കറിയാം. വടക്കുംനാഥൻ ടെമ്പിൾ ഉള്ളത് തൃശ്ശൂരാണ് അല്ലെ. തൃശ്ശൂരാണ്, കേരളത്തിലാണ്. ഓംകാരേശ്വർ ടെമ്പിൾ. ഓംകാരേശ്വർ എന്ന് പറയുമ്പോൾ ഓംലെറ്റ്. ഓംലെറ്റ് എന്തിന്റെ കൂടെ? മദ്യത്തിന്റെ കൂടെ. ഓംലെറ്റ് മദ്യം. ഓംകാരേശ്വർ എന്ന് പറയുമ്പോൾ ഓംലെറ്റ് മദ്യം. മറക്കണ്ട. ഓംകാരേശ്വർ ഓംലെറ്റ് മദ്യം. നമ്മൾ 50 അമ്പലങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 50 അമ്പലങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ തിരിഞ്ഞു പോലും നോക്കണ്ട, നിങ്ങൾ മറന്നു പോകത്തില്ല. ഓക്കെ,
മറന്നു പോകത്തില്ല. പക്ഷെ പരീക്ഷയ്ക്ക് മുമ്പ് ഉറപ്പായിട്ട് റിവൈസ് ചെയ്യണം. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയി പോകാൻ പാടും. മഹാലക്ഷ്മി ടെമ്പിൾ ഉള്ളത് ഇവിടെ മഹാരാഷ്ട്രയിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്ത് നോക്കാം? ഈസി ആയിരിക്കും. മഹാലക്ഷ്മി മഹാരാഷ്ട്ര ഈസി ആയിട്ട് ഓർത്ത് നോക്കാം. ഓക്കെ, അടുത്തത് ത്രിംബകേശ്വർ ശിവ ടെമ്പിൾ. അപ്പൊ നിങ്ങൾ ട്രിംബകേശ്വർ എന്ന് പറയുമ്പോൾ ത്രിംബകേശ്വർ ആണ്. ട്രിം കാണുന്നുണ്ടല്ലോ. മഹാരാഷ്ട്രയിൽ ഞാൻ ഇവിടെ ഒരു മഹർഷിനെ പിടിക്കാണ് കേട്ടോ. മഹർഷിനെ എന്തിനാ അത് പിടിച്ചത്? അപ്പൊ നിങ്ങൾ ഈ ഒരു ഇമേജ് നിങ്ങൾ ഓർത്ത് വെച്ചു. എന്താണ് ഒരു ട്രിം ചെയ്യാതെ മഹർഷിമാർ എങ്ങനെയാ നമുക്ക് അറിയാലോ? മഹർഷിമാര് താടിയും മുടിയൊക്കെ നീട്ടി, താടിയും അടിക്കത്തില്ല, മുടിയും വെട്ടത്തില്ല, അല്ലെ? ട്രിം ചെയ്യത്തില്ല. അപ്പൊ ട്രിം ചെയ്യാത്തത് ആരാണ്? മഹർഷിയാണ്. മഹാരാഷ്ട്ര അങ്ങനെ നമുക്ക് കിട്ടും. എന്താണ് ട്രിം ചെയ്യാത്ത മഹർഷി? ട്രിംബകേശ്വർ, ട്രിം ചെയ്യാത്ത മഹർഷി. ട്രിംബകേശ്വർ ശിവ ടെമ്പിൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ, ട്രിംബകേശ്വർ. അപ്പോ ട്രിം ചെയ്യാത്ത മഹർഷി. ഗോട്ട് ഇറ്റ്? വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ടെമ്പിളും ഞാനിവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അടുത്തെന്താണ്? ഭീമശങ്കർ ടെമ്പിൾ. ഭീമൻ ആരായിരുന്നു? ഭീമൻ മഹാബലവാനായിരുന്നു. ആരായിരുന്നു? ഭീമൻ മഹാബലവാനായിരുന്നു. എന്താണ് ഭീംശങ്കർ എന്ന് പറയുമ്പോ? ഭീമൻ മഹാബലവാനായിരുന്നു. അവിടെ നിന്ന് കിട്ടും? മഹാരാഷ്ട്ര നമുക്ക് കിട്ടും. മനസ്സിലായല്ലോ? അടുത്തത് രണക്പൂർ ജൈൻ ടെമ്പിൾ. അപ്പൊ ജൈൻ ടെമ്പിൾ ഓൾറെഡി നമുക്കറിയാം. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജൈൻ ടെമ്പിൾ നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജൈൻ ടെമ്പിൾ? മൗണ്ട് അബൂലാണുള്ളത്. എന്തായിരുന്നു അതിന്റെ പേര്? ദില്ലിവാല അല്ലെ? ശരി, രാജസ്ഥാനിൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? ദിൽവാര ടെമ്പിൾ. അപ്പൊ അതുപോലെ മറ്റൊരു ജൈൻ ടെമ്പിൾ ആണ് രണക്പൂർ ജൈൻ ടെമ്പിൾ. എങ്ങനെ ഓർത്ത് നോക്കാം? റാണ എന്ന് പറയുമ്പോ റാണി രാജ റാണി. ഈസി ആയിട്ട് ഓർത്ത് വെച്ചൂടെ? റാണ എന്ന് പറയുമ്പോ റാണി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? അവിടെ നമുക്ക് രാജാവിനെ കിട്ടും അല്ലെ? അപ്പൊ രാജ റാണി ഓർത്ത് വെച്ചാൽ രണക്പൂർ. റാണി. അപ്പൊ എങ്ങനെ ഓർത്ത് നോക്കുക? രാജ റാണി. അപ്പൊ രാജസ്ഥാനിലാണ് രണക്പൂർ ജൈൻ ടെമ്പിൾ ഉള്ളത് രാജസ്ഥാൻ. ഓക്കെ, ഗോട്ട് ഇറ്റ്? ശരി, അടുത്തത് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ. എവിടെ? തിരുച്ചെന്തൂർ എന്ന് പറയുമ്പോ തിരുച്ചെന്തൂർ. അപ്പം കുറച്ചു പേർക്ക് അറിയാമായിരിക്കാം, തമിഴ്നാടാണ് തിരുച്ചെന്തൂർ. മുരുകനാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത്. തിരുച്ചെന്തൂരിൽ കടലോരത്തിൽ ചെന്തിൽ നാമം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അറിയാത്ത ആൾക്കാർക്ക് നോ ഇഷ്യൂ. നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? തമിഴ്നാടാണ് ഓർത്തു വെക്കേണ്ടത്. തിരൂർ എന്നുള്ളതിൽ നിന്ന് നമുക്ക് കുറെ സാധനങ്ങൾ കിട്ടും. തിരൂർ നോക്ക്. തിരുക്കുറൽ, തിരുവള്ളുവർ, തിരുപ്പാച്ചി, ഇതൊക്കെ എന്താണ്? തിരുവള്ളുവർ, തിരുക്കുറൽ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? തിരു എന്നുള്ളത് നമുക്ക് തിരുപ്പാച്ചി, ഇതൊക്കെ നമുക്ക് അറിയാം അല്ലെ? വിജയുടെ സിനിമ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് ഇതൊക്കെ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. തിരുവള്ളുവർ, തിരുക്കുറൽ, ഇത് രണ്ടും ഓർത്ത് വെച്ചാൽ മതി. തിരു എന്ന് പറയുമ്പോൾ തിരുവള്ളുവരും തിരുക്കുറലും മാത്രം ഓർത്ത് വെക്കുക. വേറെ നിങ്ങൾ ആലോചിച്ചിട്ട് പോകണ്ട. വേറെ തിരു വരും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പൊ തിരുച്ചെന്തൂർ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ തിരുച്ചെന്തൂരാണ്. സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ എവിടെയാണെന്ന് ചോദിക്കില്ല. ഒരുപാട് അടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ ഉണ്ട്. തിരുച്ചെന്തൂർ സുബ്രഹ്മണ്യ സ്വാമി ടെമ്പിൾ എന്ന് വെച്ചാൽ തമിഴ്നാടാണ് തിരുച്ചെന്തൂർ കേട്ടോ. പിന്നെ അതിൽ തന്നെ എന്തുണ്ട്? ഊരുണ്ട്, തിരുച്ചെന്തൂർ കേട്ടോ. ശരി, അടുത്തത് ദണ്ഡായുധപാണി സ്വാമി ടെമ്പിൾ. ദണ്ഡായുധപാണി എന്ന് പറയുമ്പോൾ കയ്യിൽ ദണ്ഡായുധമായുള്ളവൻ ആരാണ്? അല്ലെ? നമുക്കറിയാം മുരുകന്റെ കയ്യിലാണ് എന്തുള്ളത്? ദണ്ഡായുധം ഉള്ളത് അല്ലെ? ഒരു വടി പോലത്തെ സാധനം കണ്ടിട്ടില്ല. അപ്പൊ ദണ്ഡായുധം ഉള്ളത് എവിടെയാണ്? മുരുകനാണ്. ദണ്ഡായുധം. നമുക്ക് പളനി എവിടെയാണെന്ന് അറിയാലോ. പഴനി നമുക്കറിയാലോ. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മുരുകൻ ടെമ്പിൾ പളനിയാണ്. പളനി ഉള്ളത് തമിഴ്നാടാണെന്ന് പറയാം. അപ്പൊ ദണ്ഡായുധ പാണി എന്ന് പറയുമ്പോൾ കയ്യിലൊരു സ്റ്റിക്ക് പോലത്തെ ദണ്ട് അല്ലെ? കയ്യിലൊരു സ്റ്റിക്ക് പോലത്തെ ദണ്ട് ആയുധമായിട്ടുള്ള ഒരാളാണ് മുരുകനാണ്. മുരുകൻ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലൂടെ ആദ്യം വരെ പഴനിയാണ്. അവിടെ തന്നെയാണ് എന്തുള്ളത്? ദണ്ഡായുധ പാണി സ്വാമി ടെമ്പിൾ ഉള്ളത്. ക്ലിയർ ആയല്ലോ? ശരി, വെരി ഗുഡ്. ലക്ഷ്മി നാരായൺ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ലക്ഷ്മി എന്ന് പറയുമ്പോൾ നാരായൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ആ ഇമേജ് നമ്മളെ മനസ്സിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളെ മനസ്സിലോട്ട് ലോട്ടസ് വരും അല്ലെ? ലക്ഷ്മി ദേവി എന്ന് പറയുമ്പോൾ കയ്യിലും നമുക്കറിയാം താമരയുണ്ട്, ഇരിക്കുന്നതും താമരയിലാണ്. ഇപ്പൊ ലക്ഷ്മി നാരായൺ എന്ന് പറയുമ്പോൾ നാരായൺ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിന്റെ കയ്യിലും എന്തുണ്ട്? ഹിന്ദുസ് അല്ലാത്ത ആൾക്കാർ വരീഡ് ആവണ്ട കേട്ടോ. ഇതൊക്കെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. ഹിന്ദുസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഓർമ്മയിലിരിക്കും, അല്ലാത്ത ആൾക്കാർ പേടിക്കണ്ട. ഈ ഇമേജസ് ഒക്കെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വരും. ഡോണ്ട് വറി. ഓക്കെ, ലക്ഷ്മി നാരായൺ ടെമ്പിൾ. ഇപ്പൊ നാരായൺ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുയുടെ കയ്യിലാണെങ്കിലും താമര ലോട്ടസ് ഉണ്ട്.
അപ്പൊ ലക്ഷ്മിയും നാരായണനെയും ഓർക്കുമ്പോൾ നമുക്ക് ലോട്ടസ് ആണ്. ലോട്ടസ് എന്തിനാ പറഞ്ഞത്? ലോട്ടസ് ടെമ്പിൾ ഉള്ളത് എവിടെയാന്ന് നമുക്കറിയാം. എവിടെയാണ്? ന്യൂഡൽഹി, ഡൽഹിയിലാണ് ലോട്ടസ് ടെമ്പിൾ ഉള്ളത്, ഡൽഹിയിലാണ്. അതുകൊണ്ട് ലക്ഷ്മി നാരായണൻ എന്ന് പറയുമ്പോഴും നിങ്ങൾ ലോട്ടസ് ഓർത്താൽ മതി. ലോട്ടസ് ഓർത്താൽ നിങ്ങൾക്ക് ഡൽഹി ഓർമ്മ വരും കേട്ടോ. അടുത്തത് ഷോർ ടെമ്പിൾ എല്ലാവർക്കും അറിയുന്നതാണ്. മഹാബലിപുരത്തെ ഷോർ ടെമ്പിൾ അല്ലെ, മഹാബലിപുരത്തുള്ള ഷോർ ടെമ്പിൾ. നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചവരാണ്, ഏൻഷ്യന്റ് ഇന്ത്യ പഠിച്ചവരാണ്. അതിൽ നിങ്ങൾ നമ്മൾ ഈ ഷോർ ടെമ്പിൾ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ശരി, അടുത്തത് ശ്രീനാഥ് ജി ടെമ്പിൾ. ശ്രീനാഥ് ജി ടെമ്പിൾ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇവിടെയും ഞാൻ പ്രത്യേകിച്ച് കോഡായിട്ട് നിങ്ങൾക്ക് ഓർത്ത് തരുന്നില്ല. ശ്രീനാഥ് എന്ന് പറയുമ്പോൾ, നാഥ് എന്ന് പറയുമ്പോൾ TH പിടിച്ചാൽ മതി. ശ്രീനാഥിന്റെ TH പിടിച്ചാൽ മതി. രാജസ്ഥാനിന്റെ TH പിടിച്ചാൽ, രാജസ്ഥാനിനും TH ഉണ്ട്, ശ്രീനാഥിനും ഈ TH ഉണ്ട് കേട്ടോ. ശ്രീനാഥിനും TH ഉണ്ട്, രാജസ്ഥാനിനും TH ഉണ്ട്. ഈ രണ്ട് TH ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടിപ്പോകും. അങ്ങനെയല്ല വേറെ എന്തെങ്കിലും കോഡായിട്ട് ഓർത്ത് വെക്കണമെങ്കിൽ നിങ്ങൾ കോഡായിട്ട് തന്നെ ഓർത്ത് വെക്കുക. പക്ഷെ ഇമ്പോർട്ടന്റ് ആണ്, രാജസ്ഥാനിലാണ് എന്തുള്ളത്? ശ്രീനാഥ് ജി ടെമ്പിൾ ഉള്ളത്. ഓക്കെ, ശരി. അടുത്തത് ശുക്രേശ്വർ ടെമ്പിൾ. ശുക്രേശ്വർ ടെമ്പിൾ. ശുക്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ് ആണ്. നമുക്കറിയാം നമ്മുടെ പ്ലാനറ്റ്സിൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വീനസ് ആണ്. ശുക്രേശ്വർ എന്തിനാ പറഞ്ഞത്? എവിടെയാ ഉള്ളത്? ശുക്രൻ എവിടെയാ ഉള്ളത്? ആകാശത്താണ്. ശുക്രൻ ഉള്ളത് ആകാശത്താണ്. അപ്പൊ നമ്മള് അമ്പുപായിച്ചു മേള അവിടെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അമ്പ് പായിച്ചത് ആകാശത്തേക്ക്, ഓർമ്മയില്ലേ? ഫെസ്റ്റിവലിൽ പഠിച്ചപ്പോ ആസാമിൽ അമ്പ് പായിച്ചത് എങ്ങോട്ട്? അമ്പുബാച്ചി മേള. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു അമ്പ് പായിച്ചത് ആകാശത്തേക്ക്. അപ്പൊ ശുക്രനുള്ളത് ആകാശത്താണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആസാം കിട്ടും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻ ദ സെൻസ് ഇതൊന്നും പുസ്തകങ്ങളിലൊന്നും നിങ്ങൾക്ക് ബുക്സിലൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കിയ PDF-ഉം പവർ പോയിന്റും ആണ്. ഒരുപാട് സമയമെടുത്ത് ഉണ്ടാക്കിയതാണ്. പലതും നമുക്ക് പലയിടത്തും ഇൻഫർമേഷൻ പോലും കിട്ടില്ല. പലതും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ആ അമ്പലവുമായി ബന്ധപ്പെട്ട് പല ഇൻഫോസും അവൈലബിൾ പോലും. പക്ഷെ പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം വളരെ വേഗമായിട്ടുള്ള, വളരെ എന്താ പറയാ, ഒരു ബന്ധമില്ലാത്ത രീതിയിൽ വരെ SSCയും TCSന്റെ പാറ്റേണിൽ റെയിൽവേയിലാണെങ്കിൽ SSCയുടെ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഒരു 2 മാർക്കാണെങ്കിൽ 2 മാർക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. കാമാക്ഷി അമ്മൻ ടെമ്പിൾ. കാമാക്ഷി ടെമ്പിൾ എന്നല്ല, കാമാക്ഷി അമ്മൻ ടെമ്പിൾ. അമ്മൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം മൂക്കുത്തി അമ്മൻ അല്ലെ. ഇതൊക്കെ എന്താണ്? തമിഴ്നാടുമാണ്. മൂക്കുത്തി അമ്മൻ സിനിമ നമുക്കറിയാലോ. അപ്പൊ അമ്മൻ എന്ന് പറയുമ്പോൾ തമിഴ് ടെർമിനോളജിയാണ്. അപ്പൊ അമ്മൻ എന്ന് പറയുമ്പോൾ നമുക്ക് കാമാക്ഷി അമ്മൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും തമിഴ്നാട് നമ്മളെ മനസ്സിലോട്ട് വന്നോളും. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ക്ലിയർ ആയാലോ? 61 അമ്പലങ്ങളായി അല്ലെ. ശരി, ചിലക്കൂർ ബാലാജി ടെമ്പിൾ. ചിലക്കൂർ എന്ന് പറയുമ്പോൾ നമ്മള് ചിലയ്ക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തില് എന്താ പറയാ, ബാഡ് ആയിട്ടുള്ള ഒരാളെ കേസ് ചെയ്യാൻ, ഒരാളെ ചീത്ത പറയാനാണെങ്കിൽ നമ്മൾ ചിലയ്ക്കുക എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതല്ലാണ്ട് ബേസിക്കലി അണ്ണാൻ ചിലയ്ക്കുക എന്നാണ് നമ്മൾ പറയാം അല്ലെ. ചിലയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥത്തിൽ വാക്കിന്റെ അർത്ഥം എന്താണ്? മെയിൻ ആയിട്ട് സംസാരിക്കുക, ശബ്ദമുണ്ടാക്കുക എന്നാണ്. അപ്പൊ നമ്മള് ചിലയ്ക്കുക നമ്മൾ എന്തിനാണ് ചിലയ്ക്കുക? ടെലിഫോണിൽ. നമ്മൾ എവിടെ ചിലയ്ക്കുക സംസാരിക്കുക ടെലിഫോണിലാണ്. ഇപ്പൊ ചിലക്കൂർ ബാലാജി ടെമ്പിൾ എന്ന് പറയുമ്പോൾ ചിലയ്ക്കുക എന്ന് വെച്ചാൽ ടു ടോക്ക് അല്ലെങ്കിൽ സംസാരിക്കുക. എന്തിലാണ്? ടെലിഫോണിലാണ്. ടെലിഫോൺ നമുക്കറിയാം തെലങ്കാനയുടെ കോഡാണ് അല്ലെ. തെലങ്കാനയുടെ കോഡാണ് ടെലിഫോൺ. തെലങ്കാന. ശരി, മറക്കണ്ട. ചിലക്കൂർ ബാലാജി ടെമ്പിൾ എവിടെയെന്ന് വെച്ചാൽ തെലങ്കാനയാണ്. ചിലയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുക എന്ന് വെച്ചാൽ ചിലയ്ക്കുക ടെലിഫോണിലാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി. 1000 പില്ലർ ടെമ്പിൾ. 1000 പില്ലർ ടെമ്പിൾ എന്ന് പറയുമ്പോൾ 1000 ആനകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലോട്ട് ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. 1000 ആനകൾ, 1000 എലിഫന്റ്. 1000 ആനകളെ ഓർത്തു വെച്ചേ. 1000 ആനകളെ ഓർക്കൂ. ഒരു വലിയൊരു യുദ്ധമാണെന്ന് വെച്ചു. വലിയൊരു യുദ്ധത്തിൽ 1000 ആനകളെ നിരത്തിയിരിക്കുകയാണ്. അപ്പൊ 1000 പില്ലർ ടെമ്പിൾ എന്ന് പറയുമ്പോൾ 1000 ആനകൾ തൂണുപോലെ നിൽക്കുന്നു. 1000 പില്ലർ ടെമ്പിൾ, തൂണ് പോലെ 1000 ആനകൾ നിൽക്കുന്നു. തെലങ്കാന മറക്കണ്ട കേട്ടോ. ശരി, ഭാരത മാതാ ടെമ്പിൾ. ഓക്കെ, ഭാരത മാതാ ടെമ്പിൾ. അപ്പൊ മാത എന്ന് വെച്ചാൽ എന്താണ്? മാത എന്ന് വെച്ചാൽ ഭാരത മാത തമിഴ്നാട്ടിലാണ്, കന്യാകുമാരിയിലാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഭാരത മാത എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ അല്ലെ, അമ്മ എന്ന് പറഞ്ഞാൽ ജയലളിത അല്ലെ, ജയലളിത അമ്മ. ഇതിന്റെ തമിഴ്നാടും അല്ലെ നമ്മൾ ഓർക്കുക. ഓക്കെ, അങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കേരളത്തിൽ എന്താണെങ്കിലും ഇങ്ങനെ
നമുക്ക് അമ്മ എന്ന് പറയുമ്പോൾ മാതാ അമൃതാനന്ദമയ്യക്ക് ഓർമ്മ വന്നിരിക്കും. പക്ഷെ കേരളത്തിൽ എന്തായാലും ഭാരത മാത എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഇല്ലല്ലോ. പിന്നെ നമ്മുടെ മനസ്സിലോട്ട് അടുത്ത അമ്മ നമുക്ക് ഓർമ്മ വരുന്നത് അതിനാണ് ഡെഫിനറ്റ് ആയിട്ട് ജയലളിത അമ്മയാണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ ഓർക്കും? ഭാരത മാത, മാത അമ്മ, അമ്മ എന്ന് പറയുമ്പോ എന്താണ്? ജയലളിതാംബ ഓർക്കുമ്പോ തമിഴ്നാട് നമ്മളെ മനസ്സിലോട്ട് വന്നുകൊള്ളും. ഓക്കെ, ശരി. അപ്പൊ സക്സസ്ഫുള്ളി വി ഹാവ് കംപ്ലീറ്റഡ് ദ ടെമ്പിൾസ് ഓഫ് ഇന്ത്യ. ടെമ്പിൾസ് ഓഫ് ഇന്ത്യ, ടെമ്പിൾസ് 2 ഗ്രീൻ ടിക്ക് നമുക്ക് കൊടുക്കാം. സക്സസ്ഫുള്ളി നമ്മൾ ടെമ്പിൾസ് ഓഫ് ഇന്ത്യ കവർ ചെയ്തിരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഇതുവരെ നിങ്ങൾ ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നോട്ട് എഴുതിയെടുക്കുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത സെഷൻ ഞാൻ മിക്കവാറും ലൈവായിട്ട് തന്നെ കയറാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ഉറപ്പ് ഞാൻ തരുന്നില്ല, ബിക്കോസ് ഒരുപാട് സെഷൻസ് ഇങ്ങനെ കയറാനുള്ളതുകൊണ്ട്, വേറെ ഒരുപാട് സെഷൻസ് നമുക്ക് എടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചിലപ്പോൾ എടുക്കുന്നുണ്ടാവുക. ബട്ട് സ്റ്റിൽ നല്ല രീതിയിൽ നിങ്ങൾ നോർമലി നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന പോലെ തന്നെ അറ്റൻഡ് ചെയ്യുക, നോട്ട് എഴുതിയെടുക്കുക. നോട്ട് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളും ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഇതുമായി പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് വരും, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക. കാരണം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിലും പല ആൾക്കാരും വീഡിയോസ് കാണുന്നില്ല. സോ ഐ ബിലീവ് പല ആൾക്കാരും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല, റാൻഡം ആയിട്ട് പലപ്പോഴായിട്ടാണ് വീഡിയോസ് കാണുന്നത്. ദാറ്റ് വിൽ നോട്ട് ബി യൂസ്ഫുൾ, ബിക്കോസ് എക്സാം അടുത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് ടോപ്പിക് കവർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മിസ്സായി പോകും. മിസ്സാകാതിരിക്കാൻ ഉറപ്പായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആൻഡ് ഐ റിക്വസ്റ്റ് യു ടു ഗിവ് മീ a like for this session also. Okay, അപ്പൊ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരെ ബൈ.